അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ കോഴ്സ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിച്ച റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ്, ലൈവ് ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവയടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും സമൃദ്ധിയുടെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. Okay, so good evening students. നമുക്ക് ഇന്ന് മാത്സിന്റെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിലബസ് എന്തൊക്കെയാണ്, നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം, കണ്ടന്റ് എന്താണെന്നുള്ളത്. എന്നിട്ട് അതിൽ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോർഷൻസും വിത്ത് MCQs ആയിരിക്കും നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ടാവുക. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് നോക്കാം. സോറി, മൊഡ്യൂൾ 3 അല്ല, മൊഡ്യൂൾ 4 ആണ് കേട്ടോ, ഞാൻ അവിടെ ഇട്ടപ്പോഴുള്ള മിസ്റ്റേക്ക് ആണ്. സോ ഇറ്റ് ഈസ് മൊഡ്യൂൾ 4. നമുക്കിവിടെ കാണാം 12 മാർക്സിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു മൊഡ്യൂളിന് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്കിതിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒരു മെജോറിറ്റി പ്രോബബിലിറ്റി, പിന്നെ കൂടുതലും ഈ റാൻഡം കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കുറച്ച് പോർഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷെ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ പോലെ വരുന്ന കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഈ ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾസിന്റെ അകത്തൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. പിന്നെ നമുക്ക് കോറിലേഷൻ റിഗ്രഷൻ നോക്കാറുണ്ട്, കോറിലേഷൻ, കോൾപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, പിന്നെ ലീനിയർ റിഗ്രഷൻ, പിന്നെ സാധാ നമ്മുടെ പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ് ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി നോക്കണം, പിന്നെ ഇവന്റ്സ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ബേസ് തിയറം. അത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ എന്താണ് വേരിയബിൾസ്, ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഡിസ്കസ് ചെയ്യും, ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും, പിന്നെ അത് വെച്ചിട്ട് എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസിന്റെ വാല്യൂസ്, പിന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, ബൈവേരിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പിന്നെ കോറിലേഷൻ റിഗ്രഷനും. നമുക്ക് ടൈം കിട്ടുന്ന പോലെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാം. സോ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബിഗിനിങ് പോർഷനും കോറിലേഷൻ റിഗ്രഷനും ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെയിൻ കൺസെപ്റ്റുകളാണല്ലോ ഇന്ന് നോക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മാത്സിൽ നമ്മൾ കൂടുതലും ഡേറ്റയെ ന്യൂമറിക് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ, എല്ലാം നമ്പേഴ്സിന്റെ ഫോർമാറ്റിലിട്ട്. അതായത് ഇപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ സ്റ്റഡി ചെയ്യുവാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഒരു വെതർ ഫോർകാസ്റ്റിംഗ്, അതിലിപ്പം റെയിൻഫോൾ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബാക്കി വേരിയബിൾസിനനുസരിച്ച്, അങ്ങനെയൊക്കെ കുറെ നമുക്ക് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ന്യൂമറിക് ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പോൾ ആ ന്യൂമറിക് ഡേറ്റയെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ്സ് എടുക്കുക, സോ ദാറ്റ് നമുക്കത് ആ ഇൻസൈറ്റ്സ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് അത് അപ്ലൈ ചെയ്ത് ഒരു നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും ഡേറ്റ ന്യൂമറിക് ഫോമിലായതുകൊണ്ട് ഈ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും, കുറെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂമറിക് ഡേറ്റയെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ ജസ്റ്റ് ഡേറ്റയെ ഇങ്ങനെ നമ്മൾ കുറെ ഇക്വേഷൻസിലിട്ട് മാറ്റിമറിക്കുന്ന മാത്രമല്ല, ആ സ്റ്റാർട്ടിങ് തൊട്ടേ, അതായത് ഡേറ്റ കളക്ഷൻ തൊട്ട് എല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, അനാലിസിസ്, ഇൻഫറൻസ്. അതായത് തുടക്കത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന തൊട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻസൈറ്റ്സ് എടുത്ത് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് വരെയും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞ ന്യൂമറിക് ഡേറ്റയാണ്, ന്യൂമറിക് ഡേറ്റയിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഡേറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്വഭാവം ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് നേച്ചറും രണ്ടാമത്തത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറുമാണ്. ഇപ്പൊ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവത്തെ പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓണസ്റ്റി, ബ്യൂട്ടി, കളർ. ഇപ്പൊ ഒരാളെ നമ്മളൊരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണ്, ആ ഇൻഡിവിജ്വലിന്റെ സ്വഭാവത്തെ പറ്റി പറയുകയാണ്, അയാളുടെ ക്വാളിറ്റീസിനെ പറ്റി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ അത് അവരുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്. അതേസമയം നമ്മളിപ്പോ ചില ഡേറ്റ എടുക്കുവാണ്, അവരുടെ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ വി ക്യാൻ സേ അത് നമ്മളൊരു നമ്പേഴ്സിന്റെ ഫോമിൽ എടുക്കുമ്പോൾ
ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് അതിന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്പേഴ്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിന് എന്തും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയും. സോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ന്യൂമറിക് ഡേറ്റ ആണ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ആപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും റിലേറ്റ് ചെയ്തൊക്കെ കുറെ ഇൻഫറൻസസ് എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ പോകും. പക്ഷെ അത് ഭയങ്കര ഡീപ്പ് ലെവലിൽ നമ്മൾ പോകുമ്പോഴാണ്. പക്ഷെ നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കിവിടെ സിലബസിൽ കാണിച്ച പോലെ കുറച്ച് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ മീൻ മീഡിയൻ മോഡാണ്. പക്ഷെ അതിന്റെയൊക്കെ കുറച്ചുകൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് അതിന് മീൻ മീഡിയൻ മോഡ് എഴുതുന്നതല്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡേറ്റ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നമ്മൾ 3 ടൈപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ടൈപ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. നമ്മൾ ഈ ന്യൂമറിക്കൽ ഫോമിൽ എടുക്കുന്ന ഡേറ്റ നമ്മൾ സീരീസ് ആയിട്ട് എഴുതും. അതായത് ഇങ്ങനെ അടിക്കടിക്ക് വൺ ആഫ്റ്റർ ദി അതർ നമ്മൾ വെക്കുന്നതിനാണ് സീരീസ് എന്ന് പറയുന്നത്. ഇനി അതിനൊരു നേച്ചറാണ്, ഓരോ സീരീസിനൊരു സ്വഭാവം ഉണ്ടല്ലേ. അത് വെച്ചിട്ട് നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ടാണ് തിരിക്കുന്നത്: ഇൻഡിവിജ്വലും, ഡിസ്ക്രീറ്റും, കണ്ടിന്യൂസ്. അപ്പം ഓരോന്നിലും നമ്മളിപ്പം മീനും മീഡിയനും മോഡും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പൊ അത് ഓരോ സീരീസ്, ഓരോ ടൈപ്പ് ഓഫ് സീരീസിനും ഓരോ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സീരീസും എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഡേറ്റ തരുമ്പോൾ അത് ഏത് സീരീസ് ആണ്, അപ്പൊ ഏത് ഫോർമിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകും. സോ ഫസ്റ്റ് നമുക്ക് സീരീസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ സീരീസ്. നിങ്ങളുടെ എക്സാമ്പിൾസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ ഞാൻ തരാം. എക്സ്പ്ലനേഷന് ആവശ്യമില്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മളിപ്പോ ഇവിടെ ഗ്രൂപ്പിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു പാരാമീറ്റർ എടുക്കുന്നു, അതിന്റെ കുറെ വാല്യൂസ് എടുക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 8 സ്റ്റുഡൻസിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 പേരുടെയും ഹൈറ്റ് മെഷർ ചെയ്യുന്നു, ജസ്റ്റ് നമ്പർ എഴുതുന്നു, അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ്, ഒരു പാരാമീറ്ററിന്റെ കുറെ വാല്യൂസ് ആണ്. ആൻഡ് ഓരോ ഐറ്റത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ അവിടെ. അപ്പം ഒരു ആദ്യത്തെ സ്റ്റുഡന്റിന്റെ വെയിറ്റ് 46 ആണ്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റുഡന്റിന്റെ 48 ആണ്. അപ്പൊ ഓരോ ഐറ്റത്തിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഉള്ള എല്ലാ കുട്ടികളുടെയും മാർക്സ് നമ്മൾ എഴുതുമ്പോൾ ഓരോ കുട്ടിയുടെയും മാർക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു പാരാമീറ്ററിൽ വരുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വാല്യൂസ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇൻഡിവിജ്വൽ വാല്യൂസ് നമ്മൾ ഒരു പാരാമീറ്റർ മെഷർ ചെയ്യുമ്പോൾ അതിപ്പോ മെഷർ ചെയ്യുന്ന ഒരു പോപ്പുലേഷനകത്തായിരിക്കും അല്ലെ, കുറെ ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ കുറെ ഇൻഡിവിജ്വൽസ് കാണും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത് മെഷർ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വാല്യൂ കിട്ടും. ആ ഓരോ വാല്യൂവിനും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഇൻഡിവിജ്വൽസിൽ നമ്മൾ ഗ്രൂപ്പിംഗ് ഒന്നും ഇവിടെ ചെയ്തില്ല. കാരണം ഇപ്പൊ 8 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 8 പേരുടെയും ഡിഫറെന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ജസ്റ്റ് ചുമ്മാ റാൻഡം ഇങ്ങനെ നമ്പേഴ്സ് പോലെ എഴുതിയിരിക്കുന്നത്, അത്രയും ആലോചിച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് 2 പോയിന്റ് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഗ്രൂപ്പിംഗ്. ഇവിടെ ഗ്രൂപ്പിംഗ് ഇല്ല, കാരണം നമ്മൾ അടുത്ത് പറയുന്നതിലോട്ട് വരുമ്പോൾ ഗ്രൂപ്പിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഓരോ ഐറ്റത്തിനെയും എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈച്ച് ഐറ്റം ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അതാണ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ ഒറ്റ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വേരിയബിൾ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്. ഇനി എഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഫാമിലിയെ ബേസ് ചെയ്ത് എത്ര ഫാമിലീസ് ഉണ്ടെന്നുള്ളത്. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി. എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫാമിലീസ് ആണ്. അതായത് നമുക്കിപ്പോ ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്. ഇപ്പം ഒന്നിൽ കുട്ടികളൊന്നും കാണത്തില്ല, ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, 2 kids 3 kids 4 kids, അങ്ങനെ ഡിപ്പെൻസ്. ഓരോ ഫാമിലിയിൽ എത്ര വരും. ഇപ്പൊ നമ്മളൊരു ലൊക്കാലിറ്റി എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പം കുട്ടികളൊന്നും ഇല്ലാത്ത എത്ര ഫാമിലീസ് ഉണ്ട്, നമ്മൾ 8 ഫാമിലീസ് ആണ് കിട്ടിയത്. ഒരു കുട്ടിയുള്ളത് 10 ഫാമിലീസ് ഉണ്ട്, 2 കുട്ടികളുള്ള 19 ഫാമിലീസ് ഉണ്ട്, 3 കുട്ടികളുള്ള 8 ഫാമിലീസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു പാരാമീറ്റർ, നമ്മൾ അനാലിസിസിന് എടുത്ത പാരാമീറ്റർ ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്, എന്നിട്ട് നമ്മൾ അങ്ങനെ എത്ര ഫാമിലീസ് ഉണ്ടെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യുവാണ്. സോ വി ആർ കൗണ്ടിങ് ഹിയർ ആൻഡ് ഗ്രൂപ്പിംഗ് അല്ലെ. ഇവിടെ നമ്മൾ ഒരു പാരാമീറ്റർ എടുത്തിട്ട് അതിന്റെ അണ്ടർ എത്ര പേര് വരുന്നു എന്നുള്ളത് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ 0 kids ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 1 kid ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് ഗ്രൂപ്പിംഗ് ഫാക്ടർ വരുന്നുണ്ട്. പിന്നെ ഓൾസോ ഈ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കൗണ്ടബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാല്യൂസിനൊക്കെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ എക്സും എഫും എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറും കാണും, പിന്നെ അതിന്റെ കൗണ്ട്, ആ കൗണ്ടാണ് ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ അപ്പൊ എക്സും എഫ് എന്നും പറഞ്ഞ് 2 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് നിങ്ങൾ ഓർക്കാം. ഓക്കെ,
അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും കൗണ്ടബിൾ വാല്യൂസിനാണ്, യൂസ്ഡ് ഫോർ കൗണ്ടബിൾ വാല്യൂസ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പോ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു പാരാമീറ്റർ എടുക്കുന്നു, നമ്മൾ അതിൽ എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്തെടുക്കുന്നു. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാല്യൂസ് ഇപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേരിയിങ് ആണ്. അതൊരു ചെറിയൊരു വാല്യൂ തൊട്ട് വലിയൊരു വാല്യൂ വരെ വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതി ടാബുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു ഫാമിലിയിൽ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് മാക്സിമം ഒരു 4, 5 കൂടിപ്പോയി ഒരു 10 വരെ പോട്ടെ, നമുക്ക് അത്രയും വരെ എഴുതിയാൽ മതി മാക്സിമം പോലെ, നമുക്ക് ഒരു ലിമിറ്റഡ് പോയിന്റ് വരെ പോവാം. പക്ഷെ ഇപ്പൊ ചില പാരാമീറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കുട്ടികളുടെ ഹൈറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ആവറേജ് ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ ഒരു 10th സ്റ്റാൻഡേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പല വെയിറ്റ്സ് വരും അല്ലെ, ഒരു എബോവ് 30 തൊട്ട് 30, 31, 32, ചിലപ്പോൾ ഹൈ ഒരു 60, 70 ഓവർ വെയിറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും. അങ്ങനെ അപ്പോൾ ഭയങ്കര വേരിയിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു 4-5 കോളംസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് വിൽ ബി ഹൈലി വേരി. അങ്ങനത്തെ സമയത്ത് നമ്മളൊരു റേഞ്ച് ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ പക്ഷെ നമ്മൾ അതിനകത്ത് എത്ര പേരുണ്ടെന്നുള്ളത് ഫ്രീക്വൻസി കൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്, സിമിലർ ആണ്. പക്ഷെ എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പാരാമീറ്ററിനെ നമുക്ക് ഒറ്റ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു റേഞ്ച് ആയിട്ടാണ് നമ്മൾ വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്കിന് ഈ മേളത്തെ പോലെ തന്നെ കൗണ്ട് ചെയ്തെടുക്കാനും പറ്റും. ഇവിടെ 3 കേസിൽ നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം, പക്ഷെ ഇൻഡിവിജ്വലി നമുക്ക് അങ്ങനെ ഗ്രൂപ്പിംഗിന്റെ ആവശ്യമില്ല. സോ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വാല്യൂസിനും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് 3 ടൈപ്പ് ഓഫ് സീരീസസ് എന്ന്, അല്ലെങ്കിൽ ഡേറ്റ ഏതൊക്കെ തരത്തിൽ നമുക്ക് കിട്ടാം. ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീനും മീഡിയനും മോഡും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് ഡേറ്റ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. അതായത് നമ്മളിപ്പം ഈ ഡേറ്റ നിങ്ങൾക്ക് ഇത് നമ്മൾ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇത് ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാത്തമാറ്റിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കുക. കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻസ് ആണ്, അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റയ്ക്ക് ഈ ഒരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നമ്മളൊരു ക്ലാസ്സിന്റെ മാർക്സ് എടുത്താൽ ആ ക്ലാസ്സിന് ആ എക്സാമിന് ഉണ്ടായ മാർക്കിന്റെ ആവറേജ് എന്ന് പറയുന്നത് തിരിച്ചു മറിച്ചു വിട്ടാലും ഒക്കെ എന്താണ്, സെയിം ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വി കോൾ ദം മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റന്റ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡേറ്റയെ കുറച്ചൊന്ന് ഒരു അനലൈസ് ചെയ്യാൻ പറ്റും, അത് എങ്ങനത്തെ ഒരു ഡേറ്റ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ കോൺസ്റ്റന്റ്സിന് നമ്മൾ 2 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആവറേജസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തത് മെഷേഴ്സ് ഓഫ് സ്പ്രെഡ് ഓർ ഡിസ്പെർഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ്സിന് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നിൽ ആവറേജസ് അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയും, ഇല്ലെങ്കിൽ മെഷർ ഓഫ് സ്പ്രെഡ് എന്ന് പറയും, അതിനെ ഡിസ്പേർഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് കോൺസ്റ്റന്റ് വാല്യൂസ് അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഡേറ്റയുടെ എന്താണ്, ഈ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. അതായത് ഈ വാല്യൂസ് മാറത്തില്ല, ഒരു പെർട്ടിക്കുലർ ഡേറ്റയ്ക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ വാല്യൂ ഇരിക്കും. ഇനി നമുക്കൊരു തന്നിട്ടുള്ള ഡേറ്റയുടെ സ്വഭാവം മനസ്സിലാക്കാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ ഒരു സെന്റർ അല്ലെങ്കിൽ ഒറിജിൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഒരെണ്ണം തന്നെ അത് സ്പ്രെഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ജസ്റ്റ് ഒരു പ്ലോട്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഞാൻ ഇന്ന് പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ കുറെ പോയിന്റ്സ് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി, കുറെ പോയിന്റ്സ് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും റീജിയണിൽ എന്താണ്, സ്പ്രെഡ് ആയി കിടക്കുവാണ് അല്ലെ. അപ്പൊ ഇത് സ്പ്രെഡ് എന്നൊരു പാരാമീറ്റർ. ഇനി ഇതിനെല്ലാം നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ട് ഇത് എങ്ങോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോയിന്റ്സ് കുറവാണ്, ഇവിടെയൊക്കെ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇതിന്റെ സെന്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ സെന്റർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. നമ്മുടെ ഡേറ്റ എത്രത്തോളം ഒരു പോയിന്റിന്റെ അടുത്തേക്ക് കിടപ്പുണ്ട്, എത്രത്തോളം ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഇങ്ങനെ എന്താണ് കൂട്ടം കൂടി നിൽക്കുന്നത്, അതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്ഥലത്തേക്ക് അത് കോൺസെൻട്രേറ്റ് ആയി കിടക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ആ ഡേറ്റയുടെ ആ ഒരു ഒറിജിൻ അല്ലെങ്കിൽ നടുഭാഗം എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്ത് നമുക്ക് ആക്ച്വലി 5 കാര്യങ്ങളുണ്ട്. അതിൽ 3 നമ്മുടെ മീൻ ആണ്. ഓക്കെ, എന്താണ് മീൻ അല്ലെങ്കിൽ ആവറേജ്, പിന്നെ ഉള്ളത് മീഡിയനും മോഡും. ഇതിൽ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മീൻ നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. മീൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്, മുന്നേ ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഉള്ളത് മീഡിയനും മോഡും. ഇതില് നമ്മൾ 3 ടൈപ്പ് ഓഫ് മീൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറയും. കാരണം മീൻ അല്ലെങ്കിൽ നമ്മൾ ആവറേജ് എന്നാണ് അല്ലെ പറയുന്നത്, മീൻ ഓർ ആവറേജ്, അതിന് മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയും. മീഡിയനും മോഡും നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ആവറേജസ് ഓഫ് പൊസിഷൻ. ഇതിന് എന്താണ് ആവറേജസ് ഓഫ് പൊസിഷൻ. ഇവിടെ പൊസിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ മീഡിയനിൽ നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ നമ്മളൊരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അതിനെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ മിഡ് പോയിന്റിലെ വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വാല്യൂം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മോഡിലാണെങ്കിൽ ഫ്രീക്വൻസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് ആവറേജ് എന്നൊരു കൺസെപ്റ്റിന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, നമ്മൾ എക്സാക്ട്ലി ആ വാല്യൂന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും പൊസിഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. അപ്പോ നമ്മൾ ജസ്റ്റ് ഈ പേരൊന്നും നമുക്ക് അങ്ങനെ മാത്സിൽ അങ്ങനെ സോൾവ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇപ്പം ആവറേജസ് ഓഫ് പൊസിഷൻ ഏതാണെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ആ ടേം ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ഇവരുടെ ഇക്വേഷൻസ് ആണ്. നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, അതിന് മുന്നേ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കൂടെ നോക്കാം. നമ്മളിവിടെ പറഞ്ഞതാണ് അല്ലേ, 2 ടൈപ്സ് ഓഫ് കോൺസ്റ്റന്റ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മെഷേഴ്സ് ഓഫ് സ്പ്രെഡ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് 2 സെറ്റ്സ് ഓഫ് ഡേറ്റ മേ ഹാവ് സെയിം സെൻട്രൽ വാല്യൂ. ഇതിപ്പോൾ നമ്മൾ 2 ഡിഫറെന്റ് ഡേറ്റ എടുത്തു, രണ്ടിന്റെയും നമ്മൾ ആവറേജും മീഡിയനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഒരുപോലെ ഉണ്ട്. പക്ഷെ രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ ആണ്. അപ്പൊ അത് പോസിബിൾ ആണ്. ചില കേസസിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റയുടെ ആവറേജ് ചിലപ്പോൾ ഒരേ വാല്യൂ വന്നു എന്ന് വരാം. അപ്പോൾ നമുക്ക് അവിടെ തമ്മിൽ എന്താണ് പക്ഷെ ആ ഡേറ്റ ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കട്ടെ. രണ്ടിനും ആവറേജും മീഡിയനും ഒക്കെ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരുപോലെ ആയിപ്പോകും. പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഡേറ്റ ഒന്നല്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡെപ്തിൽ പോകേണ്ട സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സ്പ്രെഡ്, ഇപ്പൊ നമ്മൾ ഒരു സെന്ററിലോട്ട് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അടുത്ത പോയിന്റിൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും എത്രത്തോളം അത് സ്പ്രെഡ് ഔട്ട് ആയി കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ് എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെന്ററിലോട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന കേസ് വരുമ്പോൾ നമ്മൾ എത്രത്തോളം സ്പ്രെഡ് ആയി കിടക്കുന്നു എന്നുള്ളത് നോക്കും. അപ്പോൾ ആ സ്പ്രെഡ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്പേഴ്സ് ആയി കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കൂടെ തന്നെ നമുക്ക് വേരിയൻസ് വരുന്നുണ്ട്. ആക്ച്വലി ക്വാർട്ടൈൽ ഡീവിയേഷൻ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ക്വാർട്ടൈൽ ഡീവിയേഷനും പിന്നെ പറഞ്ഞിട്ടുള്ള ഈ മീൻ ഡീവിയേഷൻ ആക്ച്വലി ഞാൻ വെച്ചിട്ടുണ്ട്, ഈ ഒരു PPT വെച്ചിട്ടില്ല, അത് മിസ്സായി പോയി. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കാണ് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. ഈ ക്വാർട്ടൈൽസിന്റെ മീൻ ഡീവിയേഷനെയും പിന്നെ നമ്മുടെ ഇതിൽ വെച്ചിട്ടുള്ള റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ ഇക്വേഷൻസും കൂടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് മീൻ, മീഡിയൻ, മോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് മീൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അതിന് നമ്മൾ AM എന്നല്ലെങ്കിൽ X ബാർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. നമുക്ക് 3 ടൈപ്പ് സീരീസ് ഉണ്ട്, അതിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഇതിന്റെയൊക്കെ മീൻ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോ X1, X2, X3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്ര. ഇപ്പം ഒരു 10 വാല്യൂസ് ഉണ്ടെങ്കിൽ ആ 10 വാല്യൂവിന്റെ സമ്മ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യും, അതായത് നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ X ബാർ ഈക്വൽ ടു സം ഓഫ് XI എന്ന് പറയുമ്പോഴത്തേക്ക് X1, X2, X3 അങ്ങനെ എല്ലാത്തിന്റെ സം എടുത്തിട്ട് എത്ര അങ്ങനത്തെ വാല്യൂസ് ഉണ്ടെന്നുള്ള നമ്പർ ഓഫ് X, അതിനെ നമ്മൾ N എന്ന് പറയും. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ. ഇനി നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി വാല്യൂ അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെ, ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മീൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ സിഗ്മ എക്സ് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കും, സിഗ്മ FX അല്ലെ, FI/XI. വേർ I എന്ന് പറയുന്നത് 1 to N വരെ വരും. ഇവിടെ ഇപ്പൊ N വരെ കൊടുത്തിട്ടുണ്ടല്ലേ. ഡിവൈഡഡ് ബൈ നമ്മുടെ ഇവിടെ എന്താണ് ഫ്രീക്വൻസി, ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്, എക്സിന്റെ എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിഗ്മ FI ടോട്ടൽ ഫ്രീക്വൻസി എഴുതിയാൽ മതി. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ്, അതായത് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് റേഞ്ചിനാണ് അല്ലെ, ഒരു ക്ലാസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ക്ലാസ്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു 100 to 120, 120 to 130 ഇതിനാണ് നമ്മൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിനാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതേപോലെ തന്നെ സിഗ്മ FI/XI എഴുതിയതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തും. X ബാർ എന്ന് പറയുന്നത് സിഗ്മ FI/MI, ഇതില്
F1 F2 F3 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എന്താണ്, ഓരോ ക്ലാസിന്റെയും ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വന്നിട്ടുണ്ടാവും, കുറെ ഫ്രീക്വൻസീസ് വന്നിട്ടുണ്ടാവും. 100 to 120 10, 120 to 130 12, അങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ എഫ് വാല്യൂ, ഇത് നമ്മുടെ ക്ലാസ്. അപ്പൊ ഈ ഫ്രീക്വൻസീസ് ആണ് F1 F2 F3 എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസിന്റെ മിഡ് വാല്യൂ, ഇപ്പൊ 100ഉം 120ഉം 120യുടെയും നടുക്കുള്ള വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ M1 എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ അതാണ് മിഡ് വാല്യൂ. ക്ലാസിന്റെ മിഡ് വാല്യൂ M എന്നും അതിന്റെ ഒരു ക്ലാസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ F എന്നും വിളിക്കുന്നു. അപ്പൊ നമ്മൾ F1 M1 F2 M2 അങ്ങനെ എഴുതും. ഇപ്പൊ സിഗ്മ FI ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് സീരീസിന് നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് അരിത്തമെറ്റിക് മീനിന്റെ കേസിൽ. ഓക്കെ, അരിത്തമെറ്റിക് മീനിൽ ഇങ്ങനെ നോക്കാം. ഇനി ഇതിന്റെ കുറച്ച് റിസൾട്ടുകൾ ഒന്ന് നോട്ട് ചെയ്യാം. ദ ആൽജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് ടേക്കൺ അബൌട്ട് ദ മീൻ ഈസ് 0. ഇതൊരു ഫാക്ട് പോലെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ഡേറ്റയ്ക്ക് ആവറേജ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ മീൻ കണ്ടുപിടിച്ചു, എക്സ് ബാർ കണ്ടുപിടിച്ചു, ആൻഡ് അതിന്റെ എഗെയിൻസ്റ്റ് ഡീവിയേഷൻസ്, നമ്മൾ ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എബൌട്ട് ദിസ് മീൻ എടുത്തിട്ട് നമ്മൾ അതിന്റെ ആൽജിബ്രൈക് സം എടുത്തു കഴിഞ്ഞാൽ അത് 0 വരുന്നുണ്ട്. ഇതിന്റെ ഒരു ആക്ച്വലി എക്സാമ്പിൾ കേസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരാം, ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നെക്സ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിളും കൂടെ വെച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതൊന്ന് നോക്കാം. പിന്നെ വരുന്നത് അരിത്തമെറ്റിക് മീനിൽ നമ്മൾ ഇപ്പം X1 X2 X3 X4 അങ്ങനെ എല്ലാ വാല്യൂസും ഉണ്ടല്ലേ. അപ്പൊ അതിൽ നമ്മൾ ഡേറ്റ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരെണ്ണത്തിന് കളഞ്ഞിട്ട് അടുത്തതിനെ എടുക്കുന്നു, അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഐറ്റംസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വാല്യൂസ് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ്. പിന്നെ വരുന്നത് മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n+1/2. നമ്മൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ കണ്ടുപിടിക്കാൻ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് n+1/2 എന്ന ഫോർമുല യൂസ് ചെയ്ത്. n എന്ന് പറയുമ്പോൾ ആ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഇപ്പൊ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10+1/2 ചെയ്താൽ മതി. അല്ലാതെ 1 to 10 വരെ നിങ്ങൾ എഴുതി സം ചെയ്ത് ഡിവൈഡഡ് ബൈ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. പിന്നെ പറയുന്നത് എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള മീൻ, അത് നമുക്കറിയാലേ. രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള മീൻ അല്ലെങ്കിൽ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. പിന്നെ പറയുന്നത് ഇഫ് ബീസ് അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് സി, എയും സിയും എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ അരിത്തമെറ്റിക് മീൻ എനിക്ക് ബി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബി സി ഇവരെന്താണ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറയാം. നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ഒക്കെ അല്ലേ. അപ്പൊ ഇതും ഒരു ഫാക്ട് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ചിലപ്പോൾ ഒരു MCQ പോയിന്റ് ഓഫ് രീതിയിൽ ചിലപ്പോൾ ചോദിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ മീൻ മീഡിയൻ മോഡ്, പിന്നെ പറയുന്ന ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡിന്റെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസേ കിട്ടത്തുള്ളൂ, ഡയറക്റ്റ് ആപ്ലിക്കേഷനേ വരത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഒന്നും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ. അതിൽ വലിയതായിട്ട് ചേഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് കൂടുതലും ഡിസ്ട്രിബ്യൂഷൻസും ഈ ഒരു നമ്മുടെ മൊഡ്യൂളിലെ പ്രോബബിലിറ്റിയും പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ്, അവിടെ നിന്നാണ് നമുക്ക് മേജർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് അങ്ങനെ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ടൈപ്സ് ഞാൻ ഇതിന്റെ ഒരു കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഫൈനൽ MCQ ഡിസ്കഷനിൽ കുറച്ചുകൂടെ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ എടുക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഓക്കെ, സോ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് തെറ്റാതെ പഠിക്കാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കമ്പൈൻഡ് മീൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ട് സീരീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ അരിത്തമെറ്റിക് മീൻ, ഫസ്റ്റ് സീരീസിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ X1 ആണ്, സെക്കൻഡിൻ്റെത് X2 ആണ് അരിത്തമെറ്റിക് മീൻ. ആൻഡ് ആദ്യത്തെ സീരീസിൽ N1 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, രണ്ടാമത്തേൽ N2 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് എങ്കിൽ ഈ രണ്ട് സീരീസിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ മീൻ, പുതിയ മീൻ കിട്ടും അല്ലെ. ആ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ കമ്പൈൻഡ് മീൻ ഈക്വൽ ടു N1 X1 ബാർ പ്ലസ് N2 X2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഈ ഫോർമുലയും നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ചിലപ്പോൾ രണ്ട് സീരീസിന്റെ X1 N1 X2 N2 വാല്യൂസ് എന്ന ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കമ്പൈൻഡ് മീൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്ക് അരിത്തമെറ്റിക് മീനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് ജോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ്. ഇപ്പൊ രണ്ട് വാല്യൂസ് P എന്നും Q എന്നും തന്നിട്ടുണ്ടെങ്കിൽ
ഇവരുടെ ഇടയിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി പ്ലസ് ക്യൂ ബൈ ടു. സിമ്പിൾ ആണ് അല്ലെ? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ക്യൂ. ഇതിപ്പോ രണ്ട് വാല്യൂസേ ഉള്ളൂ അല്ലെ? അപ്പം റൂട്ട് ഓഫ് പി ക്യൂ അതെങ്ങനെ വരുന്നു എന്നുള്ള പറയാം. ഹാർമോണിക് മീൻ നിങ്ങൾക്ക് രണ്ട് വാല്യൂസിന്റെ കണ്ടുപിടിക്കാനാണെങ്കിൽ 2 ഇൻറ്റു പി ക്യൂ ബൈ പി പ്ലസ് ക്യൂ. ഇതിപ്പോ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള മീനാണ്. ഇനി കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അരിത്തമെറ്റിക് മീൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? ജോമെട്രിക് മീൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? പിയും ക്യൂനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്തു. ഇവിടെ റൂട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എഴുതുന്നത് പി ഇൻറ്റു ക്യൂ ഇൻറ്റു ഹോൾ റൈസ് ടു 1 n ആണ് ആക്ച്വലി വരുന്നത്. ഈ n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് നമ്പർ, അപ്പം ഇവിടെ എന്താണ് 1/2 വരും. സോ അങ്ങനെയാണ് ഇവിടെ സ്ക്വയർ റൂട്ട് വന്നത്. ഇനി ഇൻ കേസ് നമുക്കിപ്പോ ഒരു 4-5 വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതും? സോ x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു അങ്ങനെ അപ് ടു xn ദ ഹോൾ റൈസ് ടു 1/n. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുന്നത്. അതാണ് ജോമെട്രിക് മീൻ വരുന്നത്. അപ്പൊ രണ്ട് വാല്യൂസ് വരുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് വരും. ഇനി ഇതുപോലെ തന്നെ ഹാർമോണിക് മീൻ എഴുതാൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x1 x2 x3 xn വരെ വാല്യൂസ് ഉണ്ടെങ്കിൽ വി റൈറ്റ് ഹാർമോണിക് മീൻ ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 അങ്ങനെ 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 എഴുതും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഹാർമോണിക് മീനിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഇനി വരുന്നത് ഇപ്പൊ നമ്മൾ മീൻ കഴിഞ്ഞു, നമുക്ക് ഇനി വരുന്നത് മീഡിയനും മോഡും ആണ് അല്ലെ? മീഡിയനും മോഡും ആക്ച്വലി ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓവറോൾ ഡേറ്റ എടുത്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എടുക്കും. എന്നിട്ട് അതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പം നമുക്ക് ഓഡ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ മിഡ് വാല്യൂ കിട്ടും. ഇനി ഇപ്പം ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടുക്കായിട്ട് രണ്ട് വാല്യൂസ് വരും. എങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ നടുക്കത്തെ രണ്ട് വാല്യൂന്റെ ആവറേജ് എടുക്കും. അങ്ങനെയാണ് മീഡിയൻ ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. L is equal median equal to L plus n/2 minus C divided by F into H. അപ്പൊ ഇവിടെ ഇത് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല, ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അല്ലാതെ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് അവിടെ ബൈ ഹാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് മീഡിയൻ കണ്ടുപിടിക്കുന്ന രണ്ട് കേസ് ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് ചെയ്താണ്. ഇപ്പൊ 1, 2, 5, 7, 10, 11, 30. അപ്പൊ ഇങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ മിഡ് വാല്യൂ വരും. ഇവിടെ 3, ഇപ്പൊ 7 ആണ് ഇതിന്റെ മിഡ് വാല്യൂ വരുന്നത് അല്ലേ? മിഡ് വാല്യൂ. അപ്പൊ ഇവിടെ മീഡിയൻ എന്താ? 7 ആയിട്ട് വരും. ഇനി ഇൻ കേസ് ഞാൻ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്യുവാണ് 70. അപ്പൊ എന്താണ്? നടുക്ക് നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ടല്ലേ, 7ഉം 10ഉം. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നടുക്കത്തെ രണ്ട് വാല്യൂസിന്റെയും ആവറേജ് എടുക്കും. ദാറ്റ് ഈസ് 17 ഡിവൈഡഡ് ബൈ 2. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ കേസും പിന്നെ വേറൊരു എക്സാമ്പിൾ നമ്മുടെ ഏതാണ്? ഡിസ്ക്രീറ്റിന്റെ കേസും തന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റിന്റെ കേസും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റയും അതിലെങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമ്പർ ഓഫ് കാർസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് അല്ലെ? അതായത് ഇപ്പൊ ഒരു ഫാമിലിയിൽ 0 കാറുള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 4 ഫാമിലീസ് ഉണ്ട്. ഒരു കാറുള്ള എത്ര ഫാമിലി ഉണ്ട്? 5 ഫാമിലി ഉണ്ട്. 2 കാറുള്ള 3 ഫാമിലി ഉണ്ട്. 3 കാറുള്ള ഒരു ഫാമിലി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സും ഇതാണ് നമ്മുടെ എഫും ഫ്രീക്വൻസി. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഈ ഒരു കേസിൽ എക്സും എഫും തന്നിട്ടുള്ളത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓരോ വാല്യൂ ആഡ് ചെയ്ത് എഴുതണം. അതായത് ഫസ്റ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് അതേ ഫ്രീക്വൻസി തന്നെ വരും. അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മൾ മേളത്തെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് 5 + 4 9 എഴുതും. ഇനി അടുത്ത താഴത്ത് വരുമ്പോൾ ഈ 9ന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യും. 9 + 3 12 എഴുതും. ഇനി അടുത്ത ഈ 12ന്റെ കൂടെ താഴത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യും 1, അതായത് 13 വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുന്നത്. സോ നമ്മൾ നമ്പർ ഓഫ് കാർസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? മീഡിയൻ എന്ന് പറയുന്നത് n+1/2th വാല്യൂ. ഓക്കെ, സോ മീഡിയന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ n+1/2th പൊസിഷനിലുള്ള നമ്പറിന്റെ വാല്യൂ എടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് n എത്രയാണ്? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി അതായത് സിഗ്മ എഫ് ജി. സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 13 അല്ലേ? ഫൈനലി 13 ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 13 ആണ്. 4 + 5 + 3 + 1 13 വരും. ഓക്കെ,
അപ്പം നമ്പർ ഓഫ് വാല്യൂസ് ഈസ് 13, സോ നമ്മുടെ ഫ്രീക്വൻസി 13 ആണ്. അപ്പം ദ പൊസിഷൻ ഓഫ് ദ മീഡിയൻ ഈസ്, നമ്മളിപ്പോ n എത്രയാണ് 13 കിട്ടി അല്ലെ, മീഡിയൻ പൊസിഷൻ നമുക്ക് നോക്കണം. അതായത് അതിനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം 13 + 1 ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ 13 + 1 14, 14 ബൈ 2 7. സെവൻത്ത് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പൊ സെവൻത്ത് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എങ്ങനെ കൺസിഡർ ചെയ്യുന്ന വെച്ചാല്, നമ്മളിപ്പോ കൗണ്ട് ചെയ്ത് വരുമ്പോ ആദ്യത്തെ 4 പേര് നമ്മളെ നമ്പർ ഓഫ് കാർസിൽ 0 നമ്പർ ഓഫ് കാർസ് ഉള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് 4-ൽ നിന്ന് 5 പേര് കൂടി, അതായത് 4-ന് ശേഷം 5, 6, 7, 8, 9, 4-ന് ശേഷമുള്ള 5 പേര് അവരേത് കാറ്റഗറിയിൽ വരും? 1 എന്ന കാറ്റഗറിയിൽ വരും. അപ്പോ നമ്മുടെ 7ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഏതിലാ വരിക? ഇവിടെ ഫസ്റ്റ് 4 പേര് പോയി കഴിഞ്ഞു. അത് പോയിട്ട് ഫസ്റ്റ് 1, 2, 3, 4 ആൾക്കാർ പോയി. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 ഇത്ര ആൾക്കാരാണ് അടുത്ത സെറ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ 7ാമത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ, 7ാമത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തുടക്കത്തിൽ നിന്ന് കൗണ്ട് ചെയ്യും. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ ആണ്. പക്ഷെ ഇവിടെ വരുന്ന വാല്യൂ എന്ന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ 7th, ഈ നമുക്ക് കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, ഇത് ഫോൾ ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാന്ന് നോക്കും. അതായത് ഇപ്പൊ നമുക്ക് 9 വരെ ഉണ്ടല്ലേ, 4-ന് ശേഷം 9 വരെ ഈ ഒരു റേഞ്ചിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ 7 എന്ന് പറയുന്നത് 9ന്റെ അകത്ത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു റോ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇവിടുത്തെ എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് കാർസ്. ഇവിടുത്തെ മീഡിയൻ നമ്പർ ഓഫ് കാർസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമുക്ക് കാർസിന്റെ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു മിഡ് വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മിഡിലുള്ള 2 വാല്യൂസിന് ആവറേജ് എടുക്കാം. ഇനി ഒരു ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്, ഒരു നമ്പർ ഓഫ് ഒരു പാരാമീറ്ററും അതിന്റെ കൗണ്ടും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം, എന്നിട്ട് നമ്മൾ n+1/2th പൊസിഷൻ ഏതാന്ന് കണ്ടുപിടിക്കണം. ആ പൊസിഷൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ അത് കണ്ടുപിടിക്കുമ്പോൾ അതാണ് നമ്മുടെ മീഡിയൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് FX, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്. ഓക്കെ, മീഡിയൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ നേരത്തെ കണ്ട പോലെ എക്സ് എഫും തന്നിട്ടുണ്ട്. പക്ഷെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഞ്ച് പോലെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഒരു ക്ലാസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ താഴെ നിന്ന് മേളിലോട്ടാണ് ഇൻക്രീസിംഗ് ഓർഡറിൽ കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ 86 to 88, 89 to 91, 92 to 94, അങ്ങനെ ഓരോ ഇന്റർവെല്ലിന്റെ അകത്ത് എത്ര ഫ്രീക്വൻസി എന്നുള്ള തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ എന്ത് ചെയ്യും? കൂട്ടി എഴുതും. 1 എഴുതി, 1 + 14 15, 15 + 18 33, അങ്ങനെ കൂട്ടി ഫ്രീക്വൻസി എഴുതി. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയൻ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ മീഡിയൻ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ആദ്യം എടുക്കണം. എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഫ്രീക്വൻസി, ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാ? നമുക്ക് ഫൈനൽ ക്യുമുലേറ്റീവ് കിട്ടിയത് തന്നെയാണ് ആ വാല്യൂ 41. ഇനി n = 41/2, ഇതിന്റെ ആവറേജ് എടുക്കും. 41/2 എന്ന് പറയുമ്പോൾ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് എത്ര വന്നേ? 20.5. അപ്പൊ ഈ വാല്യൂ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലാസ് ഏതെന്ന് നോക്കണം. അപ്പൊ ഇവിടെ 1 മാത്രമേ വരുന്നുള്ളൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അല്ലെ. ഇനി 15 നോക്കിക്കഴിഞ്ഞാൽ 2 തൊട്ട് 15 വരെയുള്ള വാല്യൂസ് ആണ് ഇവിടെ ഈ ക്ലാസ്സിൽ വരുന്നത്. ഇനി 16 തൊട്ട് 33 വരെയുള്ള വാല്യൂസ് ആണ് ഈ ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ 20.5 ഈ ക്ലാസ്സിനകത്തല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോ മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടി. ഇനി മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ മീഡിയൻ ക്ലാസ് ഏതാ? 92 to 94 അല്ലേ. ഇതിന്റെ ലോവർ ബൗണ്ട് വാല്യൂ എഴുതുക. അതായത് ഈക്വൽ ടു 92 പ്ലസ് n/2. n/2 എത്രയാണ്? നമ്മളിവിടെ ഇനി ഞാനിത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ L എന്ന് പറയുന്ന മീഡിയൻ ക്ലാസിന്റെ ലോവർ ബൗണ്ടറി, N എന്ന് പറയുന്ന ടോട്ടൽ ഫ്രീക്വൻസി, ഇവിടെ C എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നുള്ള ഒരു ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി,
എച്ച് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ വിഡ്ത്ത്, എഫ് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. സോ 92 എഴുതി. n/2 നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചല്ലേ, 41/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബിഫോർ ആണ്, അതായത് മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 15 ഡിവൈഡഡ് ബൈ എഫ്. എഫ് എന്താണ്, ഇത് ഏതിന്റെ ഫ്രീക്വൻസിയാണ്, നമ്മളെ മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ടോട്ടൽ ഫ്രീക്വൻസി അല്ല, തെറ്റിക്കരുത്, നമ്മുടെ മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഈസ് മീഡിയം ക്ലാസ് 33 ആണ്, അതിന്റെ ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസിയാണ് 80. ഇവിടെ മേളിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഇവിടെ ഫ്രീക്വൻസിയും ആണ്. ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ ഐ. ഐ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഹെച്ച് ആണ് ഇവിടെ എഴുതിയിരുന്നത്, ഏതായാലും കുഴപ്പമില്ല. വിഡ്ത്ത് ഓഫ് മീഡിയം ക്ലാസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മീഡിയം ക്ലാസിന്റെ ഡിഫറൻസ് 92 94ന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്, 94 മൈനസ് 92 ഇൻറ്റു, അതായത് 2 വരും. അപ്പൊ ഇവിടെ ഇൻറ്റു 2. അപ്പൊ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടുത്തെ മീഡിയൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് നിങ്ങൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളെ മീനായി മീഡിയനായി. ഇനി നമുക്ക് എന്തും കൂടെയുള്ള മോഡ് ഉണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ മോഡാണ്. മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കാണിക്കുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഫൗണ്ട് ഐറ്റം ഈസ് കോൾഡ് മോഡ്. ഇപ്പൊ നമുക്കൊരു ഇൻഡിവിജ്വൽ സീരീസ് ഞാനിപ്പോ എഴുതുവാണ്, 5 7 3 3 4 5 6 3 5 9 5. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ടുള്ളത് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ഒരു 1 2 3 3 തവണ കണ്ടിട്ടുണ്ട്. 5 ആണെങ്കിലോ 1 2 3 4 ടൈംസ് റിപ്പീറ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത് ആരാണോ അവരെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ സീരീസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഒരു ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അത് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആക്കാം. അപ്പൊ നമ്മൾ മീഡിയൻ നേരത്തെ ഗ്രൂപ്പ്ഡ് ഡേറ്റ കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്താണ് ഇവിടെ മോഡും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചാൽ നമുക്ക് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. ബട്ട് അതിന് ഇപ്പം ഞാൻ ആ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എൽ പ്ലസ് നമ്മളെ മോഡൽ ക്ലാസിന്റെ ലോവർ ബൗണ്ടറി പ്ലസ് ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്താലും മതി. കാരണം F0 മൈനസ് F1 ഡിവൈഡഡ് ബൈ 2 F0 മൈനസ് F1 മൈനസ് F2. അപ്പൊ ഇതില് F0 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മോഡൽ ക്ലാസ് ആണ്. 0 എന്ന് ഉദ്ദേശിക്കുമ്പോൾ മോഡൽ ക്ലാസ്, 1 എന്ന് പറയുമ്പോൾ ക്ലാസ് ബിഫോർ മോഡൽ ക്ലാസ്. അപ്പൊ F2 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, മോഡൽ ക്ലാസ്സിന് ശേഷം വരുന്നത് അല്ലെ, ആഫ്റ്റർ മോഡൽ ക്ലാസ്. അപ്പൊ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പേഴ്സ് എഴുതുമ്പോൾ 0 കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് 2 എഴുതും അല്ലേ. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ, 0ക്ക് മുന്നേ വരുന്നു എന്ന രീതിക്ക്. ഓക്കെ, അത് വേണ്ട, നിങ്ങൾ അല്ലാതെ ഓർത്താൽ മതി. 0 എന്ന് പറയുന്നതാണ് മോഡൽ ക്ലാസ്, അതിന് മുന്നേ വരുന്നത് 1, അതിന് ശേഷം വരുന്നത് 2. ഓക്കെ, അങ്ങനെ ഓർക്കുക. ആൻഡ് ഇൻറ്റു H എഗെയിൻ മോഡൽ ക്ലാസിന്റെ വിഡ്ത്ത് ആണ്. പിന്നെ F0 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ F1 F0 F2 എല്ലാം അതാത് ക്ലാസ്സസിന്റെ ഫ്രീക്വൻസി വാല്യൂസും കൂടി ആണ്. ഓക്കെ, അപ്പൊ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ ഇവിടെ അറിയേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുത്ത് വെച്ചിരിക്കാം. ഓക്കെ, നമുക്ക് അപ്പോഴേ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്കിപ്പോ നമ്മൾ മീനും മീഡിയനും മോഡും പഠിച്ചു അല്ലേ, മീൻ മീഡിയൻ ആൻഡ് മോഡ്. അപ്പൊ ഇവർ തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മോഡറേറ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ, 2 ടൈംസ് ഓഫ് മീൻ. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ മീനും മീഡിയനും മോഡും ഈക്വൽ ആണ്. അപ്പം ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇതാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഡേറ്റ ആണ്, അതായത് മോഡറേറ്റ്ലി സിമെട്രിക്കൽ എന്നൊക്കെ തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ സിമെട്രിക് അല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കും, അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സിമെട്രിക് അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇമേജസ് ഞാൻ വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ സിമെട്രിക് നടുക്കത്തെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ നമ്മളിപ്പോൾ ഒരു XY ആക്സിസ്, അതായത് എക്സിൽ നമ്മൾ വാല്യൂസും എഫിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പം ആ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് നിങ്ങൾ എഴുതിയില്ലേ, എക്സും എഫും എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും, അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഒരുപോലെ ഡേറ്റ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് സിമെട്രിക്കൽ ആയിട്ട് വരും അല്ലേ? അതിനാണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ചില സമയങ്ങളിൽ നമ്മളെ ഡേറ്റ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് കൂടുതലായിട്ട് വരും, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുറവായിരിക്കും, ഈ ഫസ്റ്റ് ഇമേജിൽ കാണിച്ചിരിക്കും പോലെ. അപ്പൊ നമ്മൾ അതിന്റെ മുകളിലൂടെ ഒരു കർവ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ഒരു റൈറ്റ് സൈഡിലോട്ട് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്ന ഒരു കർവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഓക്കെ, ആ കേസിൽ നെഗറ്റീവ്ലി റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നെഗറ്റീവ്ലി സ്ക്യൂഡ് വരുന്ന കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് മീനും മീഡിയനും മോഡും വരുന്നത്. നമ്മൾ മീനിന് ശേഷം മീഡിയൻ, മീഡിയന് ശേഷം മോഡ്, അതായത് ഏറ്റവും ചെറിയ വാല്യൂ മീനിന് കാണും, പിന്നെ മീഡിയന്, പിന്നെ മോഡ്. പിന്നെ നമ്മൾ അതിന്റെ അടുത്ത കേസാണ് സിമെട്രിക്കൽ പറഞ്ഞത്, അവിടെ എല്ലാവരും ഈക്വൽ ആണ് അല്ലെ. ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും എങ്ങനെ വരും? നമ്മൾ ഈ പറഞ്ഞ ഓർഡർ റിവേഴ്സ് ആവും. അതായത് ഇവിടെ ഫസ്റ്റ് കേസിൽ മീൻ ഏറ്റവും ചെറുതായിരുന്നെങ്കിൽ ലാസ്റ്റ് കേസ് വരുമ്പോഴത്തേക്കും മീൻ ഏറ്റവും കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഡേറ്റ പോയിന്റ്സ് ഏറ്റവും കൂടുതൽ എങ്ങോട്ടായിരിക്കും കിടക്കുന്നത്? ഈ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ മോഡ് മീൻ ആയിരിക്കും ഏറ്റവും ഗ്രേറ്റർ വാല്യൂ വരുന്നത്, മീഡിയൻ അതിന്റെ ഇടയിൽ, മോഡ് നമുക്ക് കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോഡിന്റെ വാല്യൂ ഇങ്ങനെ എടുക്കുന്നു അങ്ങനെയല്ല, നമ്മൾ ഈ കർവിന്റെ പോയിന്റിലെ വാല്യൂ വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മോഡ് ആക്ച്വലി ചെറുതാണ്. ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ്, ഈ പീക്കിന്റെ ഹൈ പോയിന്റിൽ മോഡ് നിൽക്കുന്നതായിട്ടാണ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് മോഡ് ഏറ്റവും ഹൈ ആണെന്ന് ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഈ ഒരു റെപ്രസെന്റേഷൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന അത്ര ആക്യുറേറ്റ് അല്ല. അതിന്റെ കറക്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഞാൻ നോക്കട്ടെ. ബട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, സിമെട്രിക്കൽ വരുമ്പോൾ മീനും മീഡിയനും മോഡും സെയിം ആണ്. അല്ലാത്ത കേസസിൽ അത് ചെറിയ വേരിയേഷൻ ഉണ്ട്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിലൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനത്തെ അസിമെട്രിക്കൽ ആയിട്ട് സിമെട്രിക്കൽ അല്ലാത്ത കേസസിൽ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കത് നെഗറ്റീവ് സ്ക്യൂഡ് പോസിറ്റീവ് സ്ക്യൂഡ് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. മോഡ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് മീഡിയൻ മൈനസ് 2 ടൈംസ് ഓഫ് മീൻ എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സ്പ്രെഡ്. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ്. അതിൽ നമ്മൾ ഓക്കെ റേഞ്ചും ഇതിൽ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, എനിവേ കുഴപ്പമില്ല. റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും കൂടെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഒരു ഡെഫിനേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, പിന്നെ അതുമായിട്ട് വരുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വരുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് x1, x2, x3 അപ് ടു x എന്ന് പറഞ്ഞിട്ട് കുറെ വാല്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷനെയാണ് നമ്മൾ എബൌട്ട് ദ മീൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. ഇപ്പൊ ഒരു വാല്യൂ ഞാൻ എക്സ് എടുക്കുന്നു, ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജ് മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അപ്പം ഇവർ തമ്മിലുള്ള ഡീവിയേഷൻ അറിയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഇതിന് രണ്ടിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ, എക്സ് മൈനസ് എക്സ് ബാർ. ഇതിന്റെ സ്ക്വയർ വാല്യൂസ് എടുത്തിട്ട് ഇതിന്റെ റൂട്ട് എടുക്കുന്നതാണ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്കിപ്പോ ഒറ്റ എക്സ് വാല്യൂ അല്ല, x1, x2 അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ സം എടുക്കും ഞാൻ ഫസ്റ്റ്. x2 minus x bar the whole square, x3 minus x bar the whole square, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ റൂട്ട്, അതിന് മുന്നേ ദ ഹോൾ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് x1, x2, x3 അങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഇക്വേഷനും ഇതും രണ്ടും നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഒരു നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസും ഫോർമുലാസും ഫാക്ടുകളും പറഞ്ഞു പോകുന്നല്ലാണ്ട് നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല.
എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ സിലബസ് വന്നിട്ട് നമുക്ക് വളരെ ചെറിയൊരു ചുരുങ്ങിയ ടൈമാണ് എക്സാം പ്രിപ്പറേഷന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റീസിന് എക്സാംസിന് പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രൂഫും തിയറും ഈ ഇക്വേഷൻ എങ്ങനെ വന്നു അത്രയും ഡെപ്തിലൊന്നും നമുക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ആക്ച്വലി നമ്മൾ കുറച്ച് ആവശ്യമുള്ള ഇക്വേഷൻസ് മനസ്സിലാക്കുക, കൺസെപ്റ്റുകൾ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. ഒരിക്കലും നമുക്കൊരു യൂണിവേഴ്സിറ്റി ലെവലിൽ പോകേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ സാമ്പിൾ ഡേറ്റ തന്ന് അതിൽ നിന്ന് ഈ ഇക്വേഷൻ എങ്ങനെ വന്നു, അതിൽ നിന്ന് അടുത്ത ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ആയി, അതൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷെ ദാറ്റ് ഈസ് ലൈക്ക് നോട്ട് യൂസ്ഫുൾ. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇല്ലെങ്കിൽ അത്രയും ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡെപ്തിൽ നോക്കാം. പക്ഷെ ഇറ്റ് ഈസ് എനിവേ നോട്ട് യൂസ്ഫുൾ നമുക്ക്. സോ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പോവാത്തത്. നിങ്ങൾക്ക് ജസ്റ്റ് ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം പറഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഈവൻ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന സമയത്തൊക്കെ ഈ ഒരു പോർഷൻസിൽ നിന്ന് അധികം കുറവാണ്. കാരണം നമുക്കറിയാം ഇത് 11th 12th നമ്മൾ കുറെ പഠിച്ച പോർഷൻസ് ഉണ്ട്. അത് ഒരു റെപ്പിറ്റേഷൻ ആണ്. അത് പലപ്പോഴും നമ്മൾ ഇൻക്ലൂഡ് ലൈക്ക് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ സിലബസിൽ തന്നിട്ടുള്ളത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കുറച്ച് കാണുകയും വേണ്ട. സോ നമ്മൾ അതിലെ ഡെഫിനേഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്ത് തന്നെ പോകണം. സോ ഇതില് ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞു. ഇനി വേരിയൻസ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സാധാരണ SD എന്നോ അല്ലെങ്കിൽ സിഗ്മ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നില്ല, കാരണം നമുക്ക് ഇതിലങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കുറവാണ്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും ചോദിക്കാം. അല്ലാതെ ഇതിന്റെ ഇടയിൽ ഡൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്ത് ചോദിക്കാത്തത് അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഇക്വേഷൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകുന്നുണ്ടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എടുത്ത് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ SD എന്ന് നമ്മൾ എഴുതും. ഇനി ഈ സിഗ്മയുടെ നമ്മൾ സ്ക്വയർ എടുക്കുവാണ്. ഓക്കെ, ഈ സ്ക്വയർ റൂട്ടിന് എടുത്താൽ കളയുവാണ്. നമ്മൾ ഈ ഹോൾ ടേമിന്റെ സ്ക്വയർ എടുക്കുവാണ്. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേരിയൻസ്. ഓക്കെ, സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് വാട്ട് വി കോൾ എസ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ സ്ക്വയർ റൂട്ട് പോകും അല്ലെ, സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും സ്ക്വയർ റൂട്ട് പോകും. സോ നമുക്ക് ഈ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഈ റൂട്ട് ഇല്ലാത്ത ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഫോർ എ സെറ്റ് ഓഫ് വാല്യൂസ്. ഇനി ഫോർ എ സെറ്റ് ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ നമ്മളിപ്പോ പറഞ്ഞു, നമ്മളിപ്പോ ആവറേജ് എഴുതുന്ന വെച്ച് നിങ്ങൾ എല്ലാം ഓർത്താൽ മതി. ഇപ്പൊ സിഗ്മ x/n അല്ലെ, ഇതാണ് നമ്മൾ സാധാരണ ആവറേജ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലോട്ട് വരുമ്പോ എങ്ങനെ വരും? സിഗ്മ xi-x bar. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡീവിയേഷൻ കണ്ടുപിടിക്കും, എന്നിട്ട് സ്ക്വയർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ റൂട്ട് എടുക്കും അല്ലെ, ഡിവൈഡഡ് ബൈ എന്നും കൂടെ വരും. ഇനി അത് ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ഡേറ്റ fx എന്നൊരു ഡേറ്റ വരുവാണെങ്കിൽ നമ്മൾ ഈ ടേമിന്റെ കൂടെ എന്തും കൂടെ വരും? ഒരു എഫും കൂടെ വരും. ആൻഡ് ഈ n എന്ന് പറയുന്നത് സിഗ്മ f ആയിട്ട് മാറും അല്ലെ. ഡിസ്ക്രീറ്റ് ഡേറ്റ വരുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്ക്രീറ്റ് ഡേറ്റയുടെ കേസസ് ആണെങ്കിൽ നമ്മൾ വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ f ഇൻറ്റു xi-x bar ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ f. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി അല്ലെ. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇനി 1-2 റിസൾട്ടുകൾ, കാര്യങ്ങൾ, ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അത് നോട്ട് ചെയ്യാം. നമുക്ക് എക്സാമിന് MCQs സോൾവ് ചെയ്യാൻ ആക്ച്വലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചിലതാണ്. ഫസ്റ്റ് വേരിയൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതായത് സിഗ്മ സ്ക്വയറിനാണ് വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മളിപ്പോ ഒരു x1 x2 x3 ഇങ്ങനെ കുറെ വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വാല്യൂസിൽ നമ്മളിപ്പോ ഒരു ഫിക്സ്ഡ് കോൺസ്റ്റന്റ് ഓരോ ഐറ്റത്തിൽ ഇൻക്രീസ് ചെയ്യണം. ഇഫ് ഈച്ച് ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫിക്സ്ഡ് കോൺസ്റ്റന്റ്. നമ്മൾ x1ലേക്ക് ഇപ്പൊ ഞാൻ a എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ചെയ്യണം. അപ്പൊ x1 പ്ലസ് a ആയി, x2 പ്ലസ് a ആയി, x3 പ്ലസ് a, അങ്ങനെ ഞാൻ ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവില്ല? ചേഞ്ച് ആകത്തില്ല. അത് ആദ്യം ഇരുന്ന പോലെ തന്നെ ഇരിക്കും. നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്തു എന്ന് പറഞ്ഞ എന്തായാലും ചേഞ്ച് വരത്തില്ല. ഓക്കെ. ഇനി ഇൻ കേസ് ഞാൻ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ചേഞ്ച് ഉണ്ടാവും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അഡിഷൻ സബ്ട്രാക്ഷനിൽ നമുക്ക് ചേഞ്ച് വരില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഓരോ ടേമിലും ഇപ്പൊ ഞാൻ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ax1 ax2 ax3 അങ്ങനെ മൾട്ടിപ്ലൈ ആകുവാണെങ്കിൽ SD വിൽ ചേഞ്ച് ബൈ ദാറ്റ് സെയിം നമ്പർ. അതായത് ഇപ്പൊ ഞാൻ ഓരോന്നിലും a കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇൻറ്റു a ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മൾ ഹൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ചേഞ്ച് വിത്ത് നമ്മൾ ഓരോ വാല്യൂസിനെയും ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഓക്കെ, ഇത് MCQs പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ നമുക്കറിയാം അതിനകത്ത് നമ്മൾ എല്ലാ വാല്യൂസിന്റെയും ആവറേജ് തമ്മിലുള്ള ഡീവിയേഷൻ എടുത്തിട്ടാണ് x1 മൈനസ് എക്സ് ബാർ, x2 മൈനസ് എക്സ് ബാർ, x3 മൈനസ് എക്സ് ബാർ, അങ്ങനെ എല്ലാ ഐറ്റവും നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് ആൻഡ് എവറി ഡേറ്റ ഐറ്റം. പിന്നെ ഒരു ഡിസ്ക്രീറ്റ് സീരീസിന്റെ എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇൻ കേസ് അതിന്റെ ഫോർമാറ്റ്, അതായത് ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ഇപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോർമാറ്റിൽ, അതായത് എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് 2d ഇങ്ങനത്തെ ഫോർമാറ്റിൽ വരുന്ന സീരീസിന് നമ്മൾ അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയും, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ഓഫ് ഡേറ്റയാണ് നിങ്ങൾ തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ആ വാല്യൂസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മളെ മുന്നേ എഴുതിയ ഈ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1/12. ഡി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് ആണ്, നമ്മൾ ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്ന ഡിഫറൻസ് ആണ്. അത് നിങ്ങൾക്ക് സീരീസ് എഴുതി കണ്ടുപിടിക്കാം. പിന്നെ വരുന്നത് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീരീസ്. ആ സീരീസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, 3 എണ്ണമാണോ 5 എണ്ണമാണോ എന്നുള്ളത്, മൈനസ് 1/12. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചിരിക്കാം. ആക്ച്വലി ഇതിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം അത്ര കിട്ടിയുള്ളൂ. ഈ ഫാക്ട്സും ഈ ഇക്വേഷൻസും വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും ഈ ഒരു സെക്ഷനിൽ. പിന്നെ നമുക്ക് കുറച്ച് ഈ ഒരു സെന്റേഴ്സ്, നമ്മുടെ സെൻട്രൽ ടെൻഡൻസി അല്ല, ഡിസ്പേർഷനിലെ കുറച്ച് മെഷേഴ്സ് വിട്ടുപോയിട്ടില്ലേ, അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചു, വേരിയൻസ് പഠിച്ചു, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമ്മൾ CV എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ ആവറേജ് എന്ന് എഴുതും, ഇൻറ്റു 100. ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവശ്യമുണ്ട്, മീൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇൻ പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, സോ ഇൻറ്റു 100. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ റിഗ്രഷൻ്റെത് ചെയ്യാൻ പറ്റും. ഇതിലേതെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കോ. പിന്നെ ഇതിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരാം കേട്ടോ. സോ അത് നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക് പോർഷൻ കംപ്ലീറ്റ് ആക്കി തന്നെ ഇതിൽ കുറച്ച് മിസ്സിംഗ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കൊണ്ടുവരാം. കണ്ടിന്യൂ ചെയ്യാമോ ബാക്കി ക്വസ്റ്റ്യൻസ്? മാത്സിന്റെ ഇക്വേഷൻസ് എല്ലാം കേട്ട് എല്ലാവരും ഉറങ്ങിയോ? കണ്ടിന്യൂ ചെയ്യാമോ? ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ഗേറ്റിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗേറ്റിൽ പോലും നമുക്ക് ഈ ഒരു പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു സെക്ഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെയും കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്ത് തന്നെ ചെയ്യാം. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ കേട്ടോ. ഇവിടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മോഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറയാൻ പറ്റുമോ ഏത് ആൻസർ എന്ന്? 17. ക്വൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ജസ്റ്റ് ഇൻ കേസ് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. സോ നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ ഡേറ്റ തന്നിട്ടുണ്ട്, 15 വാല്യൂസ്, 15 ഡേറ്റ, 15 വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ ഡേറ്റയുടെ മോഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ മോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ 15 വാല്യൂസിൽ ഏറ്റവും കൂടുതൽ റെപ്പിറ്റീഷൻ വന്നിട്ടുള്ള നമ്പർ ഏതാന്ന് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ കാണാം 17ഉം 18ഉം 5ഉം ഒക്കെ കൂടുതൽ തവണ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 17 എത്ര തവണ വന്നിട്ടുണ്ടെന്ന് നോക്കാം. 17, 1, 2, 3, 4 വന്നിട്ടുണ്ട്. അടുത്ത് 18 നോക്കിക്കഴിഞ്ഞാൽ 2 തവണ വന്നിട്ടുണ്ട്. 13 ഒരു തവണ വന്നിട്ടുള്ളൂ. പിന്നെ 18 നോക്കി 5 വന്നിട്ട് 2 തവണ, 6, 7, 8, 9 ബാക്കിയൊക്കെ ഒരു തവണ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 17 ആണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ടുള്ളത്. സോ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 17. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, 17. ഓക്കെ, കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി വേറൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അത് നമ്മൾ റാൻഡം വേരിയബിളിന്റെ കൺസെപ്റ്റിലും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് വരുന്നതാണ്. ബട്ട് എനിവേ ഞാൻ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുതരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ നമുക്ക് വോൾട്ടേജ് V1 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് മെഷർഡ് ആസ് 100 ടൈംസ്. ഓക്കെ, 100 ടൈംസ് ഓഫ് വാട്ട് എന്ന് തന്നിട്ടില്ല, എന്തിന്റെ 100 ടൈംസ് ആണെന്ന് തന്നിട്ടില്ല, ബട്ട് 100 ടൈംസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ V1ന് 100 ടൈംസ് എന്ന് തന്നെ എഴുതുവാണ്. ഓക്കെ, V1 100 ടൈംസ്. അപ്പൊ V1ന് കറസ്പോണ്ട് ആൻഡ് ഇറ്റ്സ് ആവറേജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ 100 വോൾട്ട് ആൻഡ് 1.5 വോൾട്ട്. ആ V1 വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആവറേജ് വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 100 വോൾട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.5 വോൾട്ട്. അപ്പം ആക്ച്വലി നമുക്ക് തോന്നും V1 എന്ന് പറഞ്ഞ ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ V1 എന്ന് പറഞ്ഞാൽ 100 ടൈംസ് എന്ന് പറയുന്നത് അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. V1 എന്നൊരു വോൾട്ടേജിന്റെ വാല്യൂ 100 തവണ വന്നിട്ടുണ്ട്, 100 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു രീതി ആയിരിക്കും. ബട്ട് V1 100 ടൈംസ് അവിടുത്തെ ആവറേജും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സിമിലർലി നമുക്ക് V2 എന്നൊരു ഇത് തന്നിട്ടുണ്ട്, 200 ടൈംസ്, which is independent. ഈ വേർഡിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് വോൾട്ടേജ് V2 which is independent of V1. അപ്പൊ V1 ഉം V2 ഇവിടെ V1 and V2 are two independent variables. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ റാൻഡം ആയിട്ട് അവർക്ക് എന്ത് വാല്യൂ എടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് അതർ. V1 ഒരു വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞ് അത് V2ന്റെ വാല്യൂവിനെ ബാധിക്കത്തില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള. അപ്പൊ V2 ഈക്വൽ ടു 200, അവിടുത്തെ ആവറേജ് വന്നിട്ട് 150 വോൾട്ട് ആണ് ആൻഡ് സിഗ്മ ഈസ് 2 വോൾട്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. V3 എന്ന് പറയുന്നത് V1 പ്ലസ് V2. ഓക്കെ, V3 ഈസ് കമ്പ്യൂട്ടഡ് ആസ് V1 പ്ലസ് V2. V1 ഉം V2 തമ്മിലൊരു ബന്ധവും ഇല്ല, പക്ഷെ V3 എന്നൊരു വാല്യൂ V1 ഉം V2 നും ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ മൂന്നാമത് പറഞ്ഞ V3യുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, അതായത് ഒട്ടും തമ്മിൽ ബന്ധമില്ലാത്ത, അതായത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഇപ്പം 1 ഉം 2 ഉണ്ടെങ്കിൽ മൂന്നാമതൊരു വേരിയബിൾ ഇതിന്റെ സമ്മായിട്ട് കിട്ടുവാണെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ എഴുതാം, സിഗ്മ 3 സ്ക്വയർ ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ എന്ന് എഴുതാം. ഇതൊരു റിലേഷൻ ആണ്. ഈ റിലേഷൻ ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിഗ്മ V3 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, സിഗ്മ V3 സ്ക്വയർ ഈക്വൽ ടു സിഗ്മ V1 സ്ക്വയർ V2 സ്ക്വയർ. അപ്പൊ ഇവിടെ സിഗ്മ V1 ഉം V2 ഉം തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ 1 2 2. ഓക്കെ, ഞാൻ V1 V2 എന്ന് എഴുതിയത് 1 2 എന്ന് നിങ്ങൾ ജസ്റ്റ് അസ്യൂം. ഓക്കെ, ഞാൻ ജസ്റ്റ് ലിങ്ക് റൈസ് ചെയ്യാം. സിഗ്മ 3 1 2. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, സിഗ്മ 1ന്റെ വാല്യൂ 1.5 ആണ്. 1.5 സ്ക്വയർ പ്ലസ് സിഗ്മ 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പോ ഇതിന്റെ വാല്യൂ 1.5 സ്ക്വയർ വന്നിട്ട് 2.25 വരും, പ്ലസ് 2 ഇൻറ്റു 4 വരും, ആൻഡ് ടോട്ടൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6.25. പക്ഷെ ഇതിപ്പം നമുക്ക് വേരിയൻസ് ആണ് അല്ലെ, സിഗ്മ സ്ക്വയർ ആണ് നടക്കുന്നത്, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മതി. അപ്പൊ സിഗ്മ 3 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 6.25, 625ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 25, അപ്പം 2.5 അല്ലെ, 2.5 വോൾട്ട് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻ നമ്മളിവിടെ അറിയണം. രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് മൂന്നാമതൊരു വേരിയബിളുമായിട്ട് ഡിപ്പെൻഡ് ആയി കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സമ്മായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇതൊരു ഇൻഡിപെൻഡന്റ്, നമ്മൾ ഇനി വേരിയബിൾസ് പഠിക്കാനുണ്ട്, ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് തമ്മിലുള്ള. അപ്പൊ അവിടെ വരുമ്പോൾ ആക്ച്വലി കുറച്ചുകൂടെ ഈ റിലേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ, ഈ മീനിന്റെ തന്നെ വേരിയബിൾസിന്റെ കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുന്നത് ആക്ച്വലി ഇത് അവിടുത്തെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഇവിടെ ഇപ്പൊ നിങ്ങളത് നോക്കി പൊക്കോളൂ, കുഴപ്പമില്ല. ഇനി അടുത്ത് വരുന്നത്, ഓക്കെ, നമ്മൾ നേരത്തെ മോഡ് ചെയ്ത പോലത്തെ ഒരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മീഡിയൻ്റെത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് പറയും, പാരലലി ഞാനിവിടെ ചെയ്യാം. സോ സ്പോർട്സ് സ്പീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്പീഡുകൾ തന്നിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ റോഡ് സെക്ഷനിൽ വെച്ചിട്ട് അവർ സ്പീഡ് നോട്ട് ചെയ്തതാണ് ഇവിടെ തന്നിട്ടുള്ളത്, കിലോമീറ്റേഴ്സ് പെർ അവറിൽ. നമ്മൾ മീഡിയൻ സ്പീഡ് കണ്ടുപിടിക്കണം, സെയിം യൂണിറ്റിൽ തന്നെയാണ്, കൺവേർഷൻ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്, മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ അറേഞ്ച് ചെയ്യും അല്ലേ. സോ നമ്മളുടെ ഒബ്സർവ്ഡ് സ്പീഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്
നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് മിഡ് വാല്യൂ എടുക്കും. മിഡ് വാല്യൂവിൽ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡറിലാക്കുക. ഞാൻ ഫസ്റ്റ് ഇപ്പൊ അസെൻഡിങ് ഓർഡറിൽ എഴുതുവാണ്. ഓക്കെ, അസെൻഡിങ് ഓർഡർ. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് 32, പിന്നെ വരുന്നത് 45, 49, then 51, 53, 56 വരും, then 60, 62, 66, 79. ഓക്കെ, ഇനി ഇതിന്റെ മിഡ് വാല്യൂ ഏതാണെന്ന് നമുക്ക് നോക്കാം. മിഡ് വാല്യൂല് വന്നിട്ട് നമുക്ക് 53, 56 2 വാല്യൂസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മള് മീഡിയം സ്പീഡ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഇതിന്റെ ആവറേജ് ആയിട്ട് വരും. 53 പ്ലസ് 56 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് 109 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 54.5. ഓക്കെ, ഇതാണ് നമ്മുടെ മീഡിയം സ്പീഡ് വരുന്നത്. So next question. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഓക്കെ, ഇതും ആക്ച്വലി ആ റാൻഡം വേരിയബിളിന്റെ കൺസെപ്റ്റിൽ വരുന്നതാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് എടുത്തു വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് എല്ലാവരും മീനും സ്റ്റാൻഡേർഡ് ഡിവിഷനും കണ്ടപ്പോൾ ഐ തോട്ട് ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദിസ് സെക്ഷൻ. കുറച്ചുകൂടെ ആ ഒരു സെക്ഷനിൽ റാൻഡം വേരിയബിൾസിന്റെ സെക്ഷനിലാണ് വരുന്നത്. സോ നമുക്ക് അപ്പോഴും ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത് അവിടെ വന്നിട്ട് കുറച്ചുകൂടെ മനസ്സിലായെന്നെ ഈ ഒരു റിലേഷൻ ഒക്കെ. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും അടുത്ത ആ ഒരു സെക്ഷൻ എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ടത് കോറിലേഷനും റിഗ്രഷനും ആണ്. കോറിലേഷനും റിഗ്രഷനും മാക്സിമം നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കാൻ നോക്കാം. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുള്ളത് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദെൻ ബാക്കി അടുത്ത സെക്ഷനിലോട്ട് പോകാം. സോ കോറിലേഷനും റിഗ്രഷനും ആണ് നമുക്ക് അടുത്ത് വരുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ കുറച്ചേ ഉള്ളൂ. സോ അത് വേഗം നോക്കാം. സോ വി ഹാവ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഇപ്പൊ അസ്യൂം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ 2 വാല്യൂസ് ഉണ്ട്. ഇപ്പൊ 2 വാല്യൂസ്, ഇപ്പം നിങ്ങൾ എക്സും വൈന്നുണ്ട്, 2 വേരിയബിൾസ് എടുക്കുക. ഓക്കെ, അപ്പൊ ആ 2 വേരിയബിൾസ് എത്രത്തോളം റിലേറ്റ് ആയി കിടക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്താ റിലേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോറിലേഷൻ എന്ന് പറയുന്നത്. ആ കോറിലേഷൻ അവർ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഇറ്റ് ഷോസ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് ദ ഡിഗ്രി ഓഫ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ലീനിയർ എന്ന് പറയുമ്പോൾ ഇവരെന്താണ്, നമ്മൾ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിരിക്കും ഇവർ തമ്മിൽ ഫോം ചെയ്യുന്നത്. ഇവർ വേറെ 2 ഡിഗ്രി പോളിനോമിയൽസ് ഒന്നും എടുക്കത്തില്ല. ഇവരുടെ ഇക്വേഷൻസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻസ് ആയിരിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിൽ എന്താണ് എത്രത്തോളം ഇവർ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഹൗ മച്ച് ആർ ദേ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ നമ്മൾ കൃഷി ചെയ്യുവാണ്. കൃഷി ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമുക്ക് ഈൽഡ് കിട്ടും അല്ലെ? ഈൽഡ് കിട്ടുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? അതായത് ഇറിഗേഷൻ എത്രത്തോളം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഫെർട്ടിലൈസർ എത്രത്തോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എത്രത്തോളം നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമ്മൾ കുറെ കാര്യം പറയും അല്ലെ? അപ്പൊ ഇവർ തമ്മിൽ എത്രത്തോളം റിലേറ്റ് ചെയ്ത് കിടക്കുന്നു, ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് ഇവർ തമ്മിൽ റിലേറ്റ് ആയി കിടക്കുന്നത്, ആ ഒരു റിലേഷനാണ് എത്രത്തോളം അവർ റിലേറ്റഡ് ആണെന്ന് കാണിക്കുന്നതാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇതിന് കുറെ മെത്തേഡ്സ് ഉണ്ട് നമ്മൾ ഈ കോറിലേഷൻ കണ്ടുപിടിക്കാൻ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. പിന്നെ ഒരു സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കോൾ പിയേഴ്സൺ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പൊതുവെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈസി ആയിട്ടുള്ള ഒരെണ്ണം കോൾ പിയേഴ്സൺ ഇക്വേഷൻ ആണ്. സോ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ എക്സും വൈയും എന്നും പറഞ്ഞിട്ട് 2 ലീനിയർലി റിലേറ്റ് ആയിട്ടുള്ള 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റിനെ സ്മോൾ ലെറ്റർ R കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്: സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ ദ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു സിഗ്മ ഉണ്ട് കേട്ടോ. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കും. എക്സിന്റെയും വൈന്റെയും മീൻസ് കണ്ടുപിടിച്ചിട്ട് അവരുടെ ഡീവിയേഷന്റെ പ്രോഡക്റ്റിന്റെ സം എക്സ് വൈ എന്ന് ഓർത്താൽ മതി, സിഗ്മ എക്സ് വൈ. അപ്പൊ ഇവിടെ എക്സ് മൈനസ് എക്സ് ബാറും ഇവിടെ വൈ മൈനസ് വൈ ബാറും ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ
റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ. എക്സ് കിടക്കുന്നിടത്ത് എക്സ് മൈനസ് എക്സ് ബാറും വൈ കിടക്കുന്നിടത്ത് വൈ മൈനസ് വൈ ബാർ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സിഗ്മ എക്സ് വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. എക്സ് കിടക്കുന്നിടത്ത് എക്സ് മൈനസ് എക്സ് ബാർ, വൈ കിടക്കുന്നിടത്ത് വൈ മൈനസ് വൈ ബാർ. വൈ ബാർ എന്താണ്? നമ്മുടെ മീൻ ആണ്. എക്സിന്റെയും വൈന്റെയും മീൻ ആണ് എക്സ് ബാറും വൈ ബാറും വരുന്നത്. സോ കോൾപിയസും കോഷ്യന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ്. സോ അതിനെ തന്നെ വേറൊരു രീതിയിൽ, ഇപ്പം ഇതും സെയിം ഇക്വേഷൻ തന്നെയാണ്, ജസ്റ്റ് കുറച്ച് എക്സ്പാൻഡഡ് ഫോമിൽ ഇങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട് ഇതിനെ. അതായത് എൻ ഇൻറ്റു എക്സ് ഐ വൈ ഐ മൈനസ് സിഗ്മ എക്സ് ഐ സിഗ്മ വൈ ഐ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സെയിം ഇതുപോലെ തന്നെ നമ്മൾ വൈനെ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇതും നിങ്ങൾ ഇതുപോലെ ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വെക്കണം. ഈ രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ടേംസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ സോ ഇതാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ ഒരു കൊവേരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേമും കൂടെ നിങ്ങൾ പഠിക്കണം. അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇവിടെ ഈ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ചെയ്തില്ലേ, ആ മേളിലത്തെ ടേം സെയിം ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഡിവൈഡഡ് ബൈ നമ്മൾ ഫ്രീക്വൻസി ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ n ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോവേരിയൻസ് എന്ന് പറയുന്ന ടേം വരുന്നത്. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഇതിന്റെ പ്രൂഫുകളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് എങ്ങനെ ഇത് വന്നിട്ടുണ്ടെന്നുള്ളത്. സോ ഡയറക്റ്റ് ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ മതി. കോഎഫിഷ്യന്റ് കോറിലേഷനും കോവേരിയൻസും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും കോവേരിയൻസിൻ്റെത് ഇമ്പോർട്ടന്റ് ആണ്. സോ കോറിലേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി വരുന്നത് റിഗ്രഷൻ ആണ്. അപ്പൊ നമ്മൾ കോറിലേഷൻ എന്താ പറഞ്ഞത്? രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എത്രത്തോളം റിലേറ്റ് ആയി കിടക്കുന്നു എന്നുള്ളതാണ്. അവർ തമ്മിൽ എത്ര റിലേഷൻ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് വേരിയബിൾസിനിടയിലുള്ള റിലേഷനെ പറയുന്നതാണ്. ഇനി ഇതേ പ്രിൻസിപ്പിൾ, അതായത് രണ്ട് ബന്ധം ലൈക്ക് തമ്മിൽ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പോലെ ചെയ്യുന്നതാണ് ഈ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പല ആപ്ലിക്കേഷൻ സിനാരിയോസിന് നിങ്ങളിപ്പം എന്താണ് നമ്മളിപ്പോ മാത്തമാറ്റിക്കലി ജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, ഇതിന് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് വൈഡ്ലി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ സിനാരിയോയിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ. എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാല് ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് ഓക്കെ, ഇപ്പോ നമ്മുടെ ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ, ഫോർ എക്സാമ്പിൾ പല സിറ്റീസിലും നമ്മുടെ റെന്റൽ റേറ്റ്, അല്ലെങ്കിൽ ഒരു റെന്റൽ റേറ്റ് വേണ്ട, ഒരു സ്ഥലത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഓരോ ഹൗസസിന് പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തെ റേറ്റ് ആയിരിക്കില്ല ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് മേടിക്കാനായിട്ട് കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഡിഫറെന്റ് ആണ്. അപ്പോ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നത്, കുറെ ഡേറ്റ എനിക്കുണ്ട് ഓരോ സ്ഥലത്തും. ഇത്ര സ്ക്വയർ ഫീറ്റിന്, ഇപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് ട്രിവാൻഡ്രത്ത് എത്ര റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സിറ്റിയിൽ എത്ര റേറ്റ് ഉണ്ട്, അങ്ങനെ ഞാൻ പല രീതിയിൽ പറയുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഡേറ്റ ഉണ്ട് ഇങ്ങനെ കുറെ, ലൈക്ക് ഇപ്പൊ 1000 സ്ക്വയർ ഫീറ്റിന് 800 സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ്, ഇപ്പൊ ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അങ്ങനെ പല സ്ക്വയർ ഫീറ്റിനും എത്ര റേറ്റ്സ് വരുന്നു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ ഡേറ്റയുടെ ഒരു പാറ്റേൺ വെച്ച് മനസ്സിലാക്കിയിട്ട് എനിക്കിപ്പോ ഇതിലിപ്പോ ഏത് തന്നിട്ടില്ല, എനിക്കൊരു 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ റേറ്റ് തന്നിട്ടില്ല. അപ്പൊ ഇത് വെച്ച് എനിക്ക് ഈ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ ഈ സ്ക്വയർ ഫീറ്റും നമ്മുടെ പ്രൈസും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. ഇവിടെ ചെറുതായിട്ട് ഇത് റിലേറ്റഡ് ഉണ്ട്, കാരണം അതാണല്ലോ പറഞ്ഞത്, എക്സും വൈ റിലേറ്റ് ആയി കിടക്കുന്നതിനാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ആ കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്യും നമ്മൾ. അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് ഡേറ്റ ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര പ്രൈസ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് അല്ലെ. ഒരു റീജിയനിൽ നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ പൊതുവെ ഉള്ളൊരു റേറ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓക്കെ എനിക്കിനി ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലോട്ട് ആണ്, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണമെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് മേടിക്കണമെങ്കിൽ എത്ര പ്രൈസ് ഓൾമോസ്റ്റ് ആകും എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാനേ ഉള്ളൂ. സോ ഈ ഒരു സെയിം ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ടാവും, എക്സും കാണും വൈയും കാണും. അതില് ഒരെണ്ണം ഡിപ്പെൻഡന്റ് വേരിയബിളും പ്ലസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒരെണ്ണം ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും. അതായത് ഒരു വേരിയബിൾ വേറെ ഫാക്ടറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഓരോന്നിനും ഓരോ വാല്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു വേരിയബിൾ ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ
സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് 1000 സ്ക്വയർ ഫീറ്റിന് ഇത്ര പ്രൈസ്, 800 സ്ക്വയർ ഫീറ്റിന് ഇത്ര പ്രൈസ്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ഒരു പർട്ടിക്കുലർ സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ് കണ്ടുപിടിക്കുന്ന എന്ത് വെച്ചിട്ടാണ്? ഈ തന്നിട്ടുള്ള വേരിയബിൾ വെച്ചിട്ട്. അപ്പൊ ഈ സ്ക്വയർ ഫീറ്റ് മാറുന്ന അനുസരിച്ച് നമ്മുടെ പ്രൈസ് മാറും അല്ലേ? അപ്പോ ഇവിടെ സ്ക്വയർ ഫീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈസും ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ പ്രൈസ് ചേഞ്ച് ആകുന്നത് സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്തിരിക്കും അല്ലെ? അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പ്രൈസ് ആണ് ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇപ്പൊ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി മാറാല്ലേ? ഒരു വീട് സ്ക്വയർ ഫീറ്റ് 400 സ്ക്വയർ ഫീറ്റ് ആവും, ഒരെണ്ണം 1000 സ്ക്വയർ ഫീറ്റ്. അത് ഡിപ്പെൻസ്. അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ട്രെൻഡും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഓരോ വീടും ഓരോ സ്ക്വയർ ഫീറ്റ് ആണ്. പക്ഷെ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ വേണോ ആകാം. സോ ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇവിടെ തിരിച്ചാണ് നോക്കുന്നത്. പ്രൈസ് എങ്ങനെ സ്ക്വയർ ഫീറ്റ് മാറുമ്പോൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ക്വയർ ഫീറ്റ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് അങ്ങനെയാണ്. അപ്പൊ സ്ക്വയർ ഫീറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. അത് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നില്ല. പക്ഷെ ഈ സ്ക്വയർ ഫീറ്റ് മാറുന്ന അനുസരിച്ച് ഒരു വേരിയബിൾ മാറുന്നുണ്ട്. അതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ വെച്ചിട്ടാണ്. നമ്മളൊരു സാധാരണ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾ ആലോചിച്ചാലും മതി. y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന ഫോർമാറ്റിൽ നമ്മൾ എഴുതും. അപ്പൊ y എന്ന് പറയുന്നത് എക്സ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് മാറും അല്ലെ? അപ്പൊ y ആണ് ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, എക്സ് ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇനി ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്, എയും ബിയും. അല്ലെങ്കിൽ ചില കേസുകളിൽ ഈ എക്ക് പകരം ബി നോട്ടും ബി ഐയും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയും. മോഡൽ കോഎഫിഷ്യൻസ് എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ലീനിയർ റിഗ്രഷന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുക, ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ ബി നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തഡ് ഉണ്ട്. വൈ ബാർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എക്സ് ബാർ. വൈ ബാറും എക്സ് ബാറും നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ബി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എ മാത്രമാണ് ഇവിടുത്തെ അൺനോൺ. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എയും കിട്ടും. അപ്പൊ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന്റെ ഓരോ വാല്യൂ മാറുന്ന അനുസരിച്ച് വൈ എങ്ങനെ കിട്ടും, അതായത് സ്ക്വയർ ഫീറ്റ് മാറുന്ന അനുസരിച്ച് പ്രൈസ് എത്ര ആകും എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എക്സും വൈയും എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്താണ്? ഇൻഡിപെൻഡന്റ് വാല്യൂ, അതായത് നമ്മുടെ സ്ക്വയർ ഫീറ്റ്. വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വാല്യൂ, നമ്മുടെ പ്രൈസ്. അപ്പൊ ഇതിന് കുറെ വാല്യൂസ് കിട്ടും അല്ലെ? 1000, 2000 ഇങ്ങനെ കുറെ വാല്യൂസ്. അപ്പൊ ഇത് നമ്മുടെ ഒരു സീരീസ് ആണ്. ഇത് എക്സിന്റെ സീരീസ്. ഇതുപോലെ വൈന്റെ കുറെ വാല്യൂസ് ആണ്. അപ്പോൾ ആ വാല്യൂസ് വെച്ച് നമ്മൾ ആവറേജ് ഒക്കെ കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിന്റെ വാല്യൂ കിട്ടും, അതുപോലെ എയും കിട്ടും. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ റിലേഷൻ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ ഇവിടെ ഇപ്പൊ എക്സ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 1000 സ്ക്വയർ ഫീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് കിട്ടും. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള ബിയും എയും കണ്ടുപിടിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു 1-2 പോയിന്റ് തന്നിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് -1നും 1നും ഇടയ്ക്കായിരിക്കും ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വാല്യൂന് പുറത്ത് വരുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് റോങ്. ഓക്കെ, ഇനി ഇവർ തമ്മിലൊരു റിലേഷൻ ഇല്ല, കോറിലേഷൻ ഒട്ടുമേ ഇല്ലെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. -1നും 1നും ഇടയ്ക്കാണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ 0 വാല്യൂ അതിന് എടുക്കാൻ പറ്റും. സോ -1 to 1 ആണ്. ആൻഡ് റിലേഷൻ ഇല്ല എങ്കിൽ 0. അപ്പൊ -1 എന്ന് പറയുമ്പോൾ ഇവര് ഒട്ടുമേ റിലേറ്റഡ് അല്ല എന്നാണ്. 1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. അതായത് എക്സ് മാറുന്ന അനുസരിച്ച് ഒരുപോലെ വൈ മാറുന്ന ഒരു തമ്മിൽ ഒരു പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ഇത് പോയിട്ട് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഐ തിങ്ക് ആ സ്ലൈഡ് മിസ്സിംഗ് ആണ്. ഓക്കെ, ബട്ട് ഇനി അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോറിലേഷന്റെ. അപ്പൊ നിങ്ങൾക്ക് കോറിലേഷൻ റിഗ്രഷന്റെ ഇക്വേഷൻസ് ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തത് മനസ്സിലായല്ലോ? അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഇനി ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കോറിലേഷൻ എടുത്തിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട് ആൻഡ് ഇവർ തമ്മിലുള്ള കോറിലേഷൻ തന്നിട്ടുണ്ട്. ഇഫ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് 0.3. സോ ഇവിടെ പറയുന്ന കോറിലേഷൻ കോയിഫിഷ്യന്റ് എക്സിന്റെ വൈന്റെ ഇടയിലുള്ളത് 0.3 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ 2x ആൻഡ് 3y ഈസ്, ഓക്കെ, നമ്മൾ എക്സും വൈയും 2xും 3yയും ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കോറിലേഷൻ കോയിഫിഷ്യന്റ് മാറുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.3 തന്നെയാണ്. അതായത് ഇവരുടെ തമ്മിലുള്ള റിലേഷൻ മാറത്തില്ല. ഇപ്പൊ എക്സിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വൈനെ ഞാൻ വേറൊരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ എന്ത് സംഭവിക്കില്ല, അവർ തമ്മിലുള്ള റിലേഷൻ മാറത്തില്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0.3 തന്നെയാണ്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളെ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് ചേഞ്ച്. നമ്മളിങ്ങനെ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നോട്ടായിട്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യുമ്പോൾ അതൊരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടിരിക്കാം. സോ ഇവിടെ വാല്യൂ 0.3 തന്നെയാണ്. Next question, the coefficient of correlation is the dash of coefficients of regression. Okay, so ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ ആക്ച്വലി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും വെച്ചിട്ട്. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അല്ലെങ്കിൽ ഞാനിപ്പോ പറയാം, ഞാൻ ആ PPT വരുമ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷനും കൂടെ ആ നോട്ട്സിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് തരാം. ഓക്കെ, സോ നമുക്ക് ഈ കോറിലേഷൻ കോഎഫിഷ്യന്റും കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും വെച്ചിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ ഉദ്ദേശിച്ചത് ഈ ബി എന്ന് പറഞ്ഞ വാല്യൂസ് കണ്ടോ? ഈ ബി എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ബി എന്ന വാല്യൂ BXY എന്നും എഴുതാം, BYX എന്നും നമുക്ക് എഴുതാം. അത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. അതായത് BYX എന്ന് പറഞ്ഞാല് റിഗ്രഷൻ ഓഫ് Y ഓൺ X എന്നാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാല് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ഓർഡറിലാണ് എഴുതുന്നത്. അതായത് Y Xനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതാണ് പറയുന്നത്. അപ്പോ Y ഓൺ X, റിഗ്രഷൻ ഓഫ് Y ഓൺ X, Y Xനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും, Y ഈക്വൽ ടു AX പ്ലസ് B എന്ന് വരും. ഓക്കെ, അങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും. Y എന്ന് പറഞ്ഞാൽ Xന്റെ ടേംസിൽ എഴുതും. ഇനി BXY എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, റിഗ്രഷൻ ഓഫ് ആര് തമ്മിൽ ആരായിരിക്കും, X ഓൺ Y. അതായത് X ആരെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു, ഡിപ്പെൻഡന്റ് ഓൺ Y. അതായത് X ഈക്വൽ ടു A പ്ലസ് BY അങ്ങനെ വരും. ഇൻ ടേംസ് ഓഫ് വൈന്റെ ടേംസിലായിരിക്കും വരുന്നത്. ഓക്കെ, ആ ഒരു നോട്ട് വരുന്നത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കാം. ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് ആ ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്തിരിക്കാം. ഐ തിങ്ക് അത് ഡിലീറ്റ് ആയി പോയി തോന്നുന്നു, ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് ഞാനത് ആഡ് ചെയ്തിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. റിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും എന്ന് പറയുന്നത് R ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ രണ്ടെണ്ണം ഉണ്ട്, BXYയും BYXും. അവരുടെ പ്രോഡക്റ്റിന്റെ റൂട്ടിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം P എന്നും Q എന്നും രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ജിയോമെട്രിക് മീൻ എങ്ങനെ എഴുതുന്നത്, റൂട്ട് ഓഫ് PQ എന്നല്ലേ. അപ്പോൾ ആ ഫോർമാറ്റിലല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. BYXും BXYയും കൂടെ ഇടയിലുള്ള ജിയോമെട്രിക് മീൻ അല്ലേ റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY. അപ്പൊ അതല്ലേ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താണ്, ജിയോമെട്രിക് മീൻ ആണ്. ഓക്കെ, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രഷന്റെ മീനിങ് മനസ്സിലായെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറയാൻ പറ്റും. റിഗ്രഷൻ അനാലിസിസ് കൺസേൺസ് വിത്ത് പ്രഡിക്ഷൻ ഓഫ് ഏതാണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഉറപ്പാണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല? ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ മൗനം സമ്മതമെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ യെസ്, റൈറ്റ് ഓപ്ഷൻ ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. നമ്മുടെ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു വാല്യൂ എക്സും വൈയും ഉണ്ടെങ്കിൽ ഇഫ് യു ആം റൈറ്റിംഗ് Y ഈക്വൽ ടു A പ്ലസ് BX എന്നൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഇവിടെ Y എന്ത് ചെയ്യുവാണ്,
എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കണം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഞാൻ വൈനെ പ്രഡിക്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെ. ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ആ വാല്യൂ വെച്ച് എനിക്ക് പ്രഡിക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ, വേരിയബിൾ ആണെങ്കിൽ അതെങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആകുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ച് എനിക്ക് എന്ത് ചെയ്യാം, പ്രിഡിക്ട് ചെയ്യാം. സോ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എന്താണ്, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിഡിക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2, ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. രണ്ട് ലൈന് തന്നിട്ടുണ്ട്. ലെറ്റ് എക്സ് പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0 and 2x plus 3y plus 4 equal to 0 are two lines of regression computed from some bivariate data. If theta is the acute angle between them, then what is the value of 488 tan 3 theta? ഓക്കെ, ഇത് ലൈക്ക് നമുക്ക് അധികം കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വലിയ കൺസെപ്റ്റ് ഒന്നും ഇവിടെ ആക്ച്വലി വരുന്നില്ല. ബട്ട് യാ, നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ റിഗ്രഷന്റെ ആ ഒരു ടേം കണ്ടോണ്ട് നമുക്കത് സോൾവ് ചെയ്യാം. സോ ഇവിടെ നമുക്കറിയാം എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണ്. അപ്പൊ ബൈ വേരിയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബൈ എന്ന് പറയുമ്പോൾ 2, വേരിയറ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ആണ്. അപ്പൊ രണ്ട് വേരിയബിൾസിന്റെ ഡേറ്റയെ അവർ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0യും 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ ഇവർ തമ്മിൽ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ രണ്ട് ലൈൻസ്, ഇപ്പൊ ഇത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 488 tan 3 തീറ്റ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് ബേസിക് ആയിട്ട് നമുക്ക് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇപ്പൊ രണ്ട് ലൈൻസ് ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇവിടെ എഴുതാം. ഫോർ ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ നമ്മളെ രണ്ട് ആംഗിൾസ്, ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ two lines given by a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0 is എങ്ങനെ എഴുതുന്നേ, നമ്മൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലെ. സ്ലോപ്സ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ടാൻ തീറ്റ എഴുതും. ടാൻ തീറ്റ ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2, വേർ m1 m2 എന്താണ്, m1 m2 are slopes. Yes, good. Slopes of the line. നമ്മൾ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനിന്റെയും സ്ലോപ്പ് ആണ്. ഓക്കെ, ഫസ്റ്റ് a1x പ്ലസ് b1y പ്ലസ് c1ന്റെ സ്ലോപ്പ് ആണ് m1 എന്ന് പറയുന്നത്, മറ്റതിൻ്റെത് m2. അപ്പൊ സ്ലോപ്പ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഫോർമാറ്റ് അറിയണം അല്ലെ. y is equal to mx പ്ലസ് c എന്നൊരു ഫോർമാറ്റിൽ ഇപ്പൊ നമ്മൾ a1x പ്ലസ് b1y പ്ലസ് c1 അങ്ങനെ എഴുതിയിരിക്കും അല്ലെ. ഇതിന് ഈ y ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റിലോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് m എന്ത് കിട്ടും, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. സോ അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വേണ്ടത് തീറ്റയാണ് അല്ലെ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ ഇവിടെ സ്ലോപ്പ് വേണം. അപ്പൊ രണ്ട് ഇക്വേഷന്റെ സ്ലോപ്പ് നമുക്ക് എഴുതണം. ഫസ്റ്റ് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഫോർമാറ്റിലോട്ട് എഴുതുവാണ്. ഇവിടെ ഞാൻ 1 ഉം 2 ഉം കൊടുക്കാം, അല്ലെങ്കിൽ കുറെ തവണ എഴുതണം. ഫ്രം 1 നമുക്ക് എന്താ കിട്ടുന്നത്, ഓ അല്ല ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻസ് രണ്ടും തന്നിട്ടുണ്ട്. ഞാൻ ഈ ജനറൽ ഫോർമുല അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫ്രം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. എക്സ് പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0 ആൻഡ് 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. ഇനി ഇതിനെ y ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, y is equal to മൈനസ് 1/2 x മൈനസ് 1/2. വൈനെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും, നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഴുതാം y ഈക്വൽ ടു മൈനസ് 2/3x മൈനസ് 4/3. അപ്പൊ ഇവിടെ എന്താണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ m എന്ന് പറഞ്ഞെടുക്കുന്നത് അല്ലേ. y is equal to mx plus c യിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് m അല്ലേ. അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എങ്ങനെ വരും, m1 ഈക്വൽ ടു മൈനസ് 1/2, ഇവിടുന്ന് m2 ഈക്വൽ ടു മൈനസ് 2/3. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ ഈക്വൽ ടു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, m1 മൈനസ് m2 മൈനസ് 1/2 മൈനസ് 2/3 മോഡുലസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് മൈനസ് 1/.
ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2/3 മൈനസ് 1/2 വരും അല്ലെ? 4 മൈനസ് 3/6, അതായത് 1/6 വരും മേളില്. പിന്നെ വരുന്നത് മൈനസും മൈനസും മൾട്ടിപ്ലൈഡ് പ്ലസ് ആയി. അപ്പൊ 1/2 ഇൻറ്റു 2/3 1/3 വരും. അടുത്ത് 1 പ്ലസ് 1/3 വരും, അതായത് 3 പ്ലസ് 1/3 4/3 ഈക്വൽ ടു 1/8 വരും അല്ലെ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 3 ക്യാൻസൽ ആയി പോകും. ദെൻ 1/2 ഇൻറ്റു 2 ഇൻറ്റു 4 1/8 വരും. ഇപ്പൊ നമുക്ക് ഈ ടാൻ തീറ്റ കിട്ടിയല്ലേ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ വേണ്ടത്? 488 ടാൻ തീറ്റയാണ് അല്ലെ? അപ്പൊ 488 ടാൻ തീറ്റയില് ടാൻ 3 തീറ്റയാണ്. അപ്പൊ ടാൻ 3 തീറ്റയുടെ ഇക്വേഷനും കൂടെ നമ്മൾ ഇവിടെ അറിയണം. അപ്പൊ ട്രിഗ്നോമെട്രി നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. ട്രിഗ്നോമെട്രി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിലും നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും നമ്മൾ പഠിച്ചിരിക്കും. അപ്പൊ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ ആണ് ടാൻ 3 തീറ്റയുടെ ഇക്വേഷൻ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. 3 ഇൻറ്റു ടാൻ തീറ്റ 1/8 കണ്ടുപിടിച്ചത് അല്ലെ? മൈനസ് 1/8 the whole cube divided by 1 minus 3 into 1/8 the whole square. So simplify ചെയ്യുമ്പോൾ 3/8 വരും, മൈനസ് 1/8 into 8 64 into 8 നമുക്ക് 8ന്റെ ക്യൂബ് വരുന്ന 512 ആണ്. മൈനസ് 1 മൈനസ് 3/64. സോ ഇവിടെ 512 ഇൻറ്റു 3 ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 8ഉം കൂടെ ചെയ്യുമ്പോൾ 1528 വരും. 1528 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 512 ഡിവൈഡഡ് ബൈ 61/64. ഇവിടെ ഇതൊക്കെ ക്യാൻസൽ ആയി പോകും അല്ലെ? 8ഉം 64ഉം ക്യാൻസൽ ആയി പോകും. സോ 1528 ഡിവൈഡഡ് ബൈ 64 into 8 512ലും പോകില്ല. അപ്പൊ 1528 ഡിവൈഡഡ് ബൈ 64 into 1/61. 64 1528ല് 191 ടൈംസ് 8 വരും. 1/8 into 61 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ടാൻ 3 തീറ്റ വരുന്നത്. പക്ഷെ നമുക്ക് ടാൻ 3 തീറ്റ ആണോ വേണ്ടത്? അല്ല, 488 ടാൻ 3 തീറ്റ അല്ലേ? അപ്പൊ 488 ടാൻ 3 തീറ്റ എന്ന് പറയുമ്പോൾ ഇക്വൽ ടു 488 ഇൻറ്റു 191 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 61. ആക്ച്വലി 8 ഇൻറ്റു 61 ആണ് 488 അല്ലെ? അപ്പൊ അത് അത്രയും ക്യാൻസൽ ആയി പോയിട്ട് വിൽ ഗെറ്റ് 191. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത് ഈസ് ഓപ്ഷൻ 191. ആക്ച്വലി നമ്മുടെ കോറിലേഷൻ റിഗ്രഷൻ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് നമ്മുടെ ഒരു എന്താണ് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു ആപ്ലിക്കേഷൻ ആണിത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. നമുക്ക് ഇനി ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയല്ലോ ഇതിൽ കൂടെ, സോ കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ ആണ് അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇഫ് ആർ ഈക്വൽ ടു 0.8 bxy is 0.32 then what is the value of byx അല്ലെ? അപ്പൊ ഇതിന്റെ റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒരാൾ പറഞ്ഞേ ഇതിന്റെ ഈ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഏതാ? കോറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ ആരെങ്കിലും? ജോമെട്രിക് മീൻ പോലെ റൂട്ട്. അതെ, റൈറ്റ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ്സിന്റെ ജോമെട്രിക് മീൻ ആണ്. ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് bxy ഇൻറ്റു byx. ഓക്കെ, അപ്പൊ നമുക്ക് byx ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് bxy എന്ന് പറയുമ്പോഴത്തേക്കും 0.32 തന്നിട്ടുണ്ട് ഇൻറ്റു byx. ഇപ്പൊ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ആർ സ്ക്വയർ ഈക്വൽ ടു 0.32 ഇൻറ്റു byx. ആറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.8 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 0.8 സ്ക്വയർ ഈക്വൽ ടു 0.32 ഇപ്പുറത്ത് കൊണ്ടുവരാം. 0.32 ഈക്വൽസ് byx. അപ്പൊ byx എന്ന് പറയുമ്പോഴത്തേക്കും 0.64 ഡിവൈഡഡ് ബൈ 0.32 വരും അല്ലെ? അതായത് 0.32ന്റെ 2 ടൈംസ് ആണ് 0.64. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ byx ഈക്വൽ ടു 2 ടൈംസ് കിട്ടും, അതായത് 2. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. അടുത്ത് പറയുന്നത്
കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ നമുക്ക് 1 ആണെങ്കിൽ ഇതിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ 6 തന്നിട്ടുണ്ട്. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഞാൻ പറഞ്ഞു അത് പെർഫെക്റ്റ് കോറിലേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പെർഫെക്റ്റ് ലീനിയർ കോറിലേഷൻഷിപ്പ് കറക്റ്റ് ആണ് അല്ലെ. പിന്നെ ഒരു പോർഷൻ ഇത് നമുക്ക് തന്നിട്ടുള്ളത് റിഗ്രഷൻ ലൈൻസ് ബിക്കം ഐഡന്റിക്കൽ. അപ്പൊ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിഗ്രഷൻ കോഎഫിഷ്യൻസ് എക്സ് വൈയും വൈ എക്സ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഇക്വേഷൻസും എഴുതാൻ പറ്റും. വൈ അപ്പോൺ എക്സ് എന്നും എക്സ് അപ്പോൺ വൈ എന്നും എഴുതാം. അപ്പൊ ഇത് രണ്ടും അങ്ങനത്തെ റിഗ്രഷൻ ലൈൻസ് ഐഡന്റിക്കൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അവരുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റും എന്ത് ചെയ്യുന്നത്, നമുക്ക് റൂട്ട് എടുത്ത് അവരുടെ ജോമെട്രിക് മീൻ എടുക്കുമ്പോൾ 1 വരുന്നത്. സോ റിഗ്രഷൻ ലൈൻസ് ഐഡന്റിക്കൽ ആകുമ്പോഴാണ് കോറിലേഷൻ അവർ തമ്മിലുള്ള കോറിലേഷൻ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. സോ ഇത് കറക്റ്റ് ആണ്. പിന്നെ ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ വൈ എക്സും എക്സ് വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അല്ലേ ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. അപ്പൊ ഇവിടെ 1 ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, നമുക്കിവിടെ സ്ക്വയർ എടുക്കാം. 1 ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. അപ്പം ഒന്ന് മറ്റൊന്നിന്റെ റെസിപ്രോക്കൽ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ബി വൈ എക്സ് എന്ന് പറയുന്നത് 1 ബൈ ബി എക്സ് വൈ ആയിട്ട് വരല്ലേ. അപ്പൊ ഈ റിലേഷൻ കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4, ഓൾ ഓഫ് ദി എബോ. അപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ പെർഫെക്റ്റ് കോറിലേഷൻ വരുമ്പോൾ ഈ 3 പോയിന്റ്സ് നമ്മുടേത് കറക്റ്റ് ആണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉള്ളത് കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് 0.8. 6 തന്നിട്ടുണ്ട്. കോവേരിയൻസ് ഈസ് 121. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് വൈ 64 എന്ന് തന്നിട്ടുണ്ട്. വേരിയൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ അല്ലേ, അത് വൈയുടെ. ഇനി വേരിയൻസ് ഓഫ് എക്സ് എന്താണ്, സിഗ്മ എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇത് കണ്ടുപിടിക്കാനും ആക്ച്വലി ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. നമ്മളെ കോവേരിയൻസും പിന്നെന്താണ് റിഗ്രഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റും കോവേരിയൻസും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കോവേരിയൻസിന്റെ ഇക്വേഷൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു അല്ലെ. അതെന്തായിരുന്നു ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? ആർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, കോവേരിയൻസ് ആയിട്ടുള്ള റിലേഷൻ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നോട്ട് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഒരിക്കൽ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മെമ്മറിയിൽ ഇരിക്കും. അത് നോട്ട് നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞാലും മതി. ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോവേരിയൻസും കോറിലേഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ആരും നോട്ട് ചെയ്തില്ലേ? ആഹാ, എന്നാ ഞാൻ തന്നെ പറയാം. ആർ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ? കോവേരിയൻസിന്റെ താഴെ തന്നിട്ടുണ്ട് ആ ഇക്വേഷൻ. കോറിലേഷൻ കോഎഫിഷ്യന്റും കോവേരിയൻസും ആയിട്ടുള്ള റിലേഷൻ ആണ്. ആ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം. കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് 0.8. കോവേരിയൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ആർ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കിട്ടത്തുള്ളൂ അല്ലെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയാലും വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എന്ന് പറയുന്നത് 0.8 ആണ്, ഈക്വൽ ടു 121. കോവേരിയൻസ് 121 തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് സിഗ്മ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ ആണ് എന്തും തന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. നമുക്ക് ആർ ഈക്വൽ ടു 0.8 തന്നിട്ടുണ്ട്. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്താ തന്നിട്ടുള്ളത്, 121. സിഗ്മ വൈന്റെ സ്ക്വയർ വേരിയൻസ് തന്നിട്ടുണ്ട് 64, വിച്ച് ഇംപ്ലൈസ് സിഗ്മ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, റൂട്ട് ഓഫ് 64 ഈക്വൽസ് 8 അല്ലെ. അതാണ് നമുക്ക് ഇവിടെ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ .8 121 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എത്രയാ, 8 വരും അല്ലെ. അപ്പൊ ഇവിടുന്ന് സിഗ്മ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ സിഗ്മ ഈക്വൽ ടു 121 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 8, അതായത് 121 ബൈ 6.4 വരെ അല്ലെ. അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 18.91 ആണ്
വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ചാടിക്കയറി ഇവിടെ നിന്ന് ഓപ്ഷൻ 18.91 എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്, തെറ്റായിരിക്കും. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, വേരിയൻസ് ആണ് വേണ്ടത് അല്ലേ. അപ്പൊ വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ എക്സിന്റെ സ്ക്വയർ ആണ്. സോ 18.91 ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ 18 സ്ക്വയറിന്റെ അടുത്ത് വരുന്നത് നമുക്കിവിടെ 357.59 ആണ് അല്ലെ. സ്ക്വയർ എടുക്കുമ്പോൾ 357.59 വരും. So the right option is option 1. So ഇത് ഒരു ഇക്വേഷൻ, ലൈൻസ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, ഇത് പക്ഷെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ നേരത്തെ പോലെ നമുക്ക് രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ വന്നിട്ടുണ്ട്. വി ആർ ഗിവൺ എക്സ് ഈക്വൽ ടു 2y + 4 വൈ ഈക്വൽ ടു kx + 6 and are the lines of regression of x on y and y on x respectively. We have to find the value of k. R ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബി എക്സ് വൈ ബി വൈ എക്സ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സും റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ. ഞാൻ ആ കൺസെപ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. ബി വൈ എക്സ് എന്ന് പറയുന്ന റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് y ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എക്സ്. ഓക്കെ, അതായത് ഇപ്പൊ ഇക്വേഷൻ വന്നത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബി ആണ് എന്ത്? വൈ എക്സ്, ബി വൈ എക്സ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ബി എക്സ് വൈ എനിക്ക് എഴുതാം. ബി എക്സ് വൈ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇറ്റ് ഈസ് എ റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ. അതായത് എക്സ് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ് അല്ലെ. അങ്ങനത്തെ ഇക്വേഷൻ ആയിരിക്കും. എക്സ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ വൈ. അപ്പൊ നമുക്ക് ലീനിയർ റിഗ്രഷന്റെ ഇക്വേഷൻസ് രണ്ട് രീതിയിൽ എഴുതാം. എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് എന്നും നമുക്ക് എഴുതാം. അപ്പോ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് എഴുതും. അപ്പൊ ഇവിടുത്തെ ഈ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബി എക്സ് വൈ വരും അല്ലേ. അപ്പൊ ഈ ബി എന്ന് പറയുന്നത് ബി എക്സ് വൈയും ഈ ബി എന്ന് പറയുന്നത് ബി വൈ എക്സും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ രണ്ട് ലൈൻസിന്റെ കേസിൽ നിന്ന് നമുക്ക് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റ് കിട്ടും അല്ലെ. ബി എക്സ് വൈയും ബി വൈ എക്സ്. ഇതിന്റെ ജോമെട്രിക് മീൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആർ എന്ന് പറയുന്നത്, അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പോ ഞാനിപ്പോ ഇതുമാണ് എക്സ് ഈക്വൽ ടു 2y + 4. ഇത് എക്സിന്റെ എക്സ് ഓൺ വൈ ആണ് അല്ലെ. അപ്പോ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ബി ഓഫ് എക്സ് ഓൺ വൈ കിട്ടും. അതെന്തായിരിക്കും? വൈന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും അല്ലെ, അതായത് 2. അതുപോലെ തന്നെ y ഈക്വൽ ടു കെ, ഈ ഫോർമാറ്റ് kx + x, y ഈക്വൽ ടു kx + 6. അപ്പൊ ഇതില് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ആര്? ബി വൈ എക്സ് അല്ലെ. അപ്പൊ ബി വൈ എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? കെ വരുന്നുണ്ട്. നമുക്കറിയാം ആർ ഈക്വൽ ടു ± ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. ആർ തന്നിട്ടുണ്ട് 0.5 ആണ്, ഇറ്റ് ഈസ് ഗിവൺ. സോ 0.5 ഈക്വൽ ടു ± ബി വൈ എക്സ് എന്താണ്? കെ ആണ്. ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വാല്യൂ ആർ ഇസ് 0.5. ഇപ്പൊ 0.5ന് ഞാൻ ജസ്റ്റ് 1/2 എന്ന് എഴുതാം. ഓക്കെ, 1/2ന്റെ സ്ക്വയർ സ്ക്വയർ ചെയ്യുമ്പോൾ 2k എന്ന് വരും. ഇംപ്ലൈസ് k ഈക്വൽ ടു 1/4 ഇൻറ്റു ഈ 2 കൂടെ താഴെ പോകും അല്ലേ, 1/8. അപ്പൊ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ 1, 1/8. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മീൻ, മീഡിയൻ, മോഡും പിന്നെ വരുന്ന നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെയും കേസിലുള്ള ഒരു സിലബസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, ഈ കോഎഫിഷ്യൻ, ലീനിയർ റിഗ്രഷൻ ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇനി വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കൺസെപ്റ്റുകൾ നമ്മളെ ഇതില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ജനറൽ ആയിട്ട് പറഞ്ഞു. നമുക്കിനി ഇതില് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. നമ്മളത് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എപ്പോഴും നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ കൂടെ വരുന്ന ഒരു കേസാണ്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന് വരുന്നതാണ്. അപ്പൊ നമുക്കത് അതിൽ കൂടെ വരുന്ന ക്വാർട്ടൈൽസും റേഞ്ചും കൂടെ ഒന്ന് നോക്കണം. അപ്പൊ അതിന്റെ കൺസെപ്റ്റും പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സോ ഇപ്പൊ പഠിച്ച റിഗ്രഷന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ
ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ നാളെ ഒരു ജസ്റ്റ് ഒരു കമ്പൈലേഷൻ പോലെ ചെയ്തിട്ട് നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, ഇതത്ര നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മെയിൻലി പ്രോബബിലിറ്റി ആയിരിക്കും. കാരണം പ്രോബബിലിറ്റിയിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിൽ പല മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ മിസ്സായി പോയ പോർഷൻസ്, പിന്നെ എന്തെങ്കിലും കുറച്ച് ഫാക്ട്സും കാര്യങ്ങളും, പിന്നെ പ്രോബബിലിറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. ഇന്നത്തെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ സെഷനോട്. ഓക്കെ, താങ്ക് യു. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ കോഴ്സ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിച്ച റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ്, ലൈവ് ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവയടങ്ങിയ ഈ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും സമൃദ്ധിയുടെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.